السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور ويهديهم إلى صراط مستقيم. صدق الله العلي العظيم. വളരെ സമാദരണീയരായ ഈ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്തു തന്ന നിങ്ങളുടെ നാടിന്റെ എല്ലാം അനുഗ്രഹമായ സയ്യിദ് അബ്ദുറബ്ബ് ജിഫ്രി തങ്ങൾ അവറുകളെ, എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച എൻ്റെ സുഹൃത്തു കൂടിയായ ഹുസൈൻ ഷരീഫ് ജിഫ്രി തങ്ങൾ അവറുകളെ, ഈ മഹത്തായ സദസ്സിന് നേതൃത്വം നൽകുന്ന ധാരാളം മഹാരഥന്മാരായ ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഓരോരുത്തരെയും അങ്ങേയറ്റം ആദരവോടുകൂടെ മഹത്തുക്കളെ, ഈ സദസ്സിൽ സന്നിഹിതരായ വളരെ ബഹുന്നരായ ഉസ്താദുമാരെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, യുവാക്കളെ, പ്രിയങ്കരായ വിശിഷ്യ മുത്താലിമുകളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹധന്യരായ ഉമ്മപങ്ങന്മാരെ, സഹോദരിമാരെ, ആമുഖമായി ഉദ്ഘാടകൻ തങ്ങളവറുകൾ വളരെ സാരവത്തായൊരു പ്രസംഗം നിർവഹിച്ചു. പൊതുവെ ഞാൻ തങ്ങളോട് ചോദിച്ചു, തങ്ങളെവിടെയാണ് ജോലി എന്ന്. ആ ചോദ്യം ഒരുപക്ഷെ ഹതവുകേടുണ്ടാവും. കാരണം ഒരു ഖതീബിന്റെ നല്ലൊരു പ്രഭാഷണചാരിതയോടുകൂടെ തങ്ങൾ പ്രസംഗിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാണ്. വളരെ നല്ല ഒരു ഞാനെന്ത് പറയണമെന്നുള്ളതിലേക്കുള്ള ഒരു വാതിൽ കൂടി അദ്ദേഹം തുറന്നു തന്നു. അതിനുശേഷം പറഞ്ഞതും എനിക്കൊന്നുകൂടി ആശ്വാസമായി. കാരണം ഇത് പല ആളുകളും ഇവിടെ ഇനിയും വരും, പലരും പ്രസംഗിക്കും, ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വലിയ സന്തോഷവും ഒരു സമ്മർദ്ദക്കുറവും തോന്നി. കാരണം എനിക്ക് മാനസികമായി ഏറ്റവും ഒരു പ്രയാസമുണ്ടാകുന്ന കാര്യം, എന്നെ ഒരു പരിധിക്കപ്പുറം ഈ ബഹുമാനിച്ച് ആദരിച്ച് എനിക്ക് വേണ്ടി ഒരു വേദി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു തലവേദനയാണ്. ഒരു മൂലയിലൂടെ വന്ന് മൂലയിലൂടെ അങ്ങ് പോയി കളയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം ഇതേപോലെയുള്ള എന്നെക്കാളൊക്കെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ വരും. അതിനൊക്കെയുള്ള ഒരു തൗഫീഖ് ഈ നാടിന്, നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അള്ളാഹു നൽകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇസ്ലാമികമായ ഈമാനികമായ ഒരു നീയത്തല്ലാത്ത മറ്റൊന്നും നമുക്കാർക്കും ഇല്ല. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ ഒട്ടും ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിലെ വേറെ പലയിടങ്ങളിലും നമ്മൾ കൊണ്ടുപോയി വിനിയോഗിക്കുന്ന സമയങ്ങൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളെ നന്നാക്കുന്ന, ഒരുപക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നാളെ നമ്മളുടെ രക്ഷക്കെത്തുന്ന സന്ദർഭങ്ങളായി, സമയങ്ങളായി, വാക്കുകളായി, കേൾവികളായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ പൊതുവെ നമ്മുടെ ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈമാൻ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഒരു ഇലാസ്തികത, ഒരു വികാസക്ഷമത എന്നൊക്കെ പറയുന്ന ഒരു ക്വാളിറ്റി ഈമാനുണ്ട്. ഇന്നൽ ഈമാന ലയസീദു വയൻഖുസു എന്നാണ്. അപ്പൊ സ്വാഭാവികമായി വിശ്വാസം ഒന്ന് തിളങ്ങുന്ന, അതിന് ശക്തി കൂടുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകും. അത് വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക വഴിയാവാം, കുടുംബത്തിൽ പെടുന്ന ആരെങ്കിലും മരണപ്പെടുകയോ ഏതെങ്കിലും തിരിച്ചടികൾ നേരിടുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാവാം. പിന്നെ അതിന്റെ ഒരു ആഘാതം നമ്മുടെ മനസ്സിൽ നിന്ന് മാറുമ്പോ അതേ ഈമാൻ വയൻഖുസു, അത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. പൊതുവെ ഈ വീർത്തത് എന്തും കാറ്റഴിയും എന്നുള്ളതാണല്ലോ. വീർത്ത് വരുന്നത് മുഴുവനും കാറ്റഴിയുകയും ചെയ്യും.
അപ്പൊ അവസാന ശ്വാസം വരെ വീർക്കും കാറ്റഴിയും എന്നുള്ള നിലയിലായിരിക്കും നമ്മുടെ ഈമാൻ ഉണ്ടാവുക. ഒരു ബലൂണ് വീർപ്പിച്ചാൽ സ്വാഭാവികമായി അത് വീർപ്പിച്ചതാണെങ്കിൽ അതിൽ നിന്ന് കാറ്റ് പുറത്തു പോവുകയും ചെയ്യുന്നുള്ളതാണ്. ഈ ലോകത്തിന് പിറകിൽ അള്ളാഹു ഉണ്ട് എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയത് തന്നെ ആ ഒരു നിയമം വെച്ചാണ്. കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ആ അനുമാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് തന്നെ ആ ഒരു തത്വം വെച്ചാണ്. ഈ ലോകം ഓരോ സെക്കൻഡിനേക്കാളും ചെറുതാക്കാൻ പറ്റിയ ഒരു സമയമുണ്ടെങ്കിൽ, അതായത് നിമിഷാംശം, മൈക്രോ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന തലത്തിൽ നമ്മൾ എടുത്താലും, ഞാൻ ഈ പ്രസംഗിക്കാൻ നിന്ന സമയത്തുള്ളതിനേക്കാളും ഒരുപാട് വലുതായിരിക്കുന്നു ഈ പ്രപഞ്ചം. കൂക്കി എക്കോ ഒഴിവാക്കിയാലും കൂക്കി വേണ്ടെന്ന്. എക്കോ ഇപ്പൊ ഒഴിവാക്കണം, നിങ്ങൾ കൂട്ടണ്ട, ഇങ്ങനെ പോയാൽ മതി. നമ്മുടെ വലിയ ശക്തി കൊണ്ട് നമ്മൾ ഈ ആകാശ ലോകത്തെ സൃഷ്ടിക്കുകയും ഓരോ സന്ദർഭത്തിലും അതിനെ നമ്മൾ വിശാലമാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോ ഈ വിശാലമാക്കിക്കൊണ്ടേയിരിക്കുന്ന സാധനം, വലുതായി വരുന്ന ഒരു സാധനം ഏതോ ഒരു ഘട്ടത്തിൽ അതൊരു ചെറിയ ഒരു ബിന്ദുവായിരിക്കണമല്ലോ, ഒരില്ലായ്മയിലേക്ക് ചുരുങ്ങണമല്ലോ. അപ്പൊ പിന്നെ ആ ചെറിയതിനെ ആരാണ് വലിയതാക്കിയത്? ആ ചെറിയതിനെ, ആ ബിന്ദുവിനെ, വളരെ നേർത്ത സൂക്ഷ്മമായ ആ കണത്തെ ആരാണ് ഇത്രയും വലിയ ലോകമാക്കി മാറ്റിയത് എന്ന ആലോചനയാണ് വാസ്തവത്തിൽ ഇതിന്റെ എല്ലാം പിറകിൽ സർവശക്തനായ ഏതോ ഒരാൾ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത്, വെളിച്ചം വീശുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ചുരുങ്ങുകയും വലുതാകുകയും ചെയ്യുന്ന ഈമാൻ അവസാനത്തെ ശ്വാസം വരെ ബാക്കിയാകുവാൻ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, ആധിക്യത്തെക്കാൾ കൂടുതൽ ഇൽമിന്റെ ആധിക്യമാണ് ഉണ്ടാവേണ്ടത്. അമലുകളുടെ ആധിക്യത്തെ നമ്മൾ ഒരിക്കലും ചെറുതാക്കുകയല്ല. അതേസമയം ആരാണ് അള്ളാഹു, എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത്, എന്തിനാണ് അള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിലുള്ള ഒരു കുഴപ്പം എന്താണ്, അള്ളാഹുവിന്റെ വലിപ്പത്തരങ്ങൾ എത്രത്തോളം വലുതാണ്, ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഒരു തവണ സുജൂദ് ചെയ്യുന്നതും ആ സുജൂദിനുണ്ടാകുന്ന ഒരു ഗാംഭീര്യവും ആ സുജൂദിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു നമ്മുടെ മനസാന്നിധ്യവും അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതിയും ഇതൊന്നും അറിയാതെ 1000 തവണ ചെയ്യുമ്പോഴും കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ആലിമിന്റെ 2 റക്അത്തിന് ഒരു ആബിദിന്റെ 1000 റക്അത്തിനേക്കാളും പ്രതിഫലം അതിന്റെ വീര്യത്തിലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലുന്നത് അത് ഫലിക്കില്ല എന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ എന്താണ് ഈ ഇലാഹ്, എന്താണ് ഈ അല്ലാഹ്, എന്താണ് ഈ ലാ, എന്താണ് ഈ ഇല്ല, അതൊക്കെ ചേരുമ്പോ കിട്ടുന്ന സാധനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് മതി. അങ്ങനെയാണല്ലോ, എന്തും അങ്ങനെയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് ഒരു ആമുഖം പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ചില വലിയ ആലിമീങ്ങൾ ഒറ്റ തവണ ഹജ്ജ് പോലും ചെയ്തിട്ടില്ല. കാരണം അത് മതി, കുറെ ചെയ്യണ്ട. ചിലപ്പോ ചില സൂഫികൾ പറയാറില്ല, നിസ്കരിക്കേണ്ട ഒതുകൊടുത്താൽ മതി. നിങ്ങൾ പറയുന്നതിന് അതിന്റെ സെൻസർ എടുക്കരുത്. നിസ്കരിക്കണം എന്നില്ല, നന്നാകാൻ ഒതുകൊടുത്താൽ മതി. കാരണം ഒതുവിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. ഒതുവായാൽ ഹൗദിൽ ചെന്ന് കൈമുക്കുമ്പോ നിയ്യത്ത്, ഹൗദിനിങ്ങനെ കൈ കഴുകുമ്പോ ഒരു നിയ്യത്ത്. എന്താണ് നിയ്യത്ത്? എന്റെ ഈ ജന്ന, നാളെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അവിടെ വിളമ്പപ്പെടുന്ന ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ഈ കൈ കഴുകുന്നത് എന്നാണ്. സുന്നത്തായി കൈ കഴുകുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടതെന്നാണ്. അപ്പൊ അതിലെല്ലാം വന്നില്ല. ഞാൻ ഇങ്ങനെ കൈ കഴുകുന്നത് എന്റെ ഈ കൈ കൊണ്ട് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുമ്പോ ആദ്യമായി കാണുന്നത് ആസിയ ബീവി, മറിയം ബീവി, അണയുമ്മണവാട്ടിഹൂറി, ആ കല്യാണമായിരിക്കും. കടൽ മത്സ്യത്തിന്റെ കരൾ വേവിച്ചതും തസ്നീം അരുവിയിലെ പാനീയവും വിളമ്പാനും തിന്നാനും കൊടുക്കുന്ന ഇഞ്ചി ജ്യൂസ്, ഇഞ്ചി ലൈം വിതരണം ചെയ്യപ്പെടുന്ന മിസാജുഹാ സഞ്ചബീല, ആ കല്യാണത്തിന് വേണ്ടി എനിക്ക് ആ ഭക്ഷണം തിന്നാൻ വേണ്ടി ഞാനിതാ എന്റെ കൈ കഴുകുന്നു. ഇവിടെ ദുനിയാവിലെ ഒരു മന്തിയോ ബിരിയാണിയോ തിന്നാൻ ഒരു തവണ അപ്പ കൈ കഴുകിയാൽ മതി. കൈ കഴുകിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് കാണുന്നില്ലേ, കൈയൊന്നും കഴുകണ്ട എന്നാണ് നമ്മുടെ ഒരു ചേലി. പക്ഷെ സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മരിക്കുന്നത് വരെ ഒളിവിൽ കൈ കഴുകണം. അപ്പോ നമ്മളൊന്ന് തയ്യാറാവുകയാണ്. സ്വർഗത്തിലെ സദ്യ തിന്നാൻ വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോ അവസാന ശ്വാസം, മരണത്തിന്റെ നേരം വേർപെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഈ വായക്ക് നീ വേണ്ടുക പ്രദാനിക്കണമേ തമ്പുരാനെ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ നല്ല മരണത്തിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാരെണ്ണിയതാണ് പല അടയാളങ്ങളിൽ ഒന്ന് മൂക്കിന്റെ ദ്വാരം വികസിക്കുക എന്നുള്ളത്. പല്ലിന്റെ ഇടയിലെ ഗ്യാപ്പ്, മൂക്കിന്റെ ദ്വാരം വികസിക്കുക, അതേപോലെ ചിലപ്പോ ഇന്ദ്രിയം സ്കലിക്കുക,
നീളം കൂടിയതുപോലെ തോന്നുക. മലക്കുകൾ തടവി കൊടുത്തിട്ടാണ് നീളം കൂടിയതുപോലെ തോന്നുക. ആ കൂട്ടത്തിലുണ്ട് മൂക്കിന്റെ ദ്വാരം വികസിക്കുക. കാരണം മരിക്കുന്ന നേരത്തെ സ്വർഗത്തിന്റെ മണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരുന്നിന് വന്ന മണം വലിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ അതിന്റെ ആത്മീകമായ വ്യാഖ്യാനം. അപ്പോ എന്റെ ഈ മൂക്ക് കൊണ്ട് എനിക്ക് റസൂലുള്ളാഹിനെ മണക്കാൻ കഴിയണമേ, എന്റെ ഈ മൂക്ക് കൊണ്ട് എനിക്ക് സ്വർഗത്തിന്റെ സ്മെൽ എടുക്കാൻ പറ്റണമേ എന്നാണ്. പിന്നെയാണ് നമ്മൾ വാസ്തവത്തിൽ മുഖം കഴുകാൻ തന്നെ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒളുവിന്റെ ഈ അവയവം തട്ടിയ, വെള്ളം തട്ടിയ ഈ അവയവം, എന്റെ ഈ മുഖം, ഗുർറൻ മുഹജ്ജിലീൻ, പരലോകത്തിൽ കോടാനും ആളുകൾ ഉള്ള മഹ്ശറിൽ ഹൗലുൽ കൗസർ വിതരണം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചറിയാൻ പറ്റണമേ. അത്ര വലിയ നീയത്താണ് ഈ ഹൗലിന്റെ കര തന്നെ ഉണ്ടാവുന്നത്. തിരിച്ചറിയാൻ പറ്റായ്മ വലിയ സങ്കടമായിരിക്കും. നമ്മളവിടെ ചെന്നിട്ട് നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനേക്കാളും വലിയ പരാജയം എന്താണ്? യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ദുനിയാവിൽ വെച്ച് കറുത്ത മുഖങ്ങൾ ചിലപ്പോൾ അവിടെ വെളുക്കും, ഇവിടെ വെളുത്ത മുഖം അവിടെ കറുക്കും. അത് ഈ തൊലിയുടെ വെളുപ്പും കറുപ്പുമല്ല, സന്തോഷത്തിന്റെ പ്രസന്നതയും ദുഃഖത്തിന്റെ കരിവാളിപ്പും. അപ്പൊ എന്റെ ഈ മുഖം മഹ്ശറിൽ തിളങ്ങണമേന്നാണ് ഒളുവ് ചെയ്യുമ്പോൾ മുഖത്ത് വെള്ളം കൊണ്ടുപോകുമ്പോൾ നീയത്ത്. വലത്തെ കൈ കഴുകുമ്പോ ഇങ്ങനെ കൊണ്ടുവരണമെന്നാണ്, സ്വന്തം നെഞ്ചിലേക്ക്. കാരണം എനിക്ക് ഈ കയ്യിൽ ഗ്രന്ഥം കിട്ടണമേ, ഈ കയ്യിൽ തരണമേ, ഈ കയ്യിൽ ആകണമേ. ഇടത്തെ കൈയാകുമ്പോ ഇങ്ങനെയാണ്, എനിക്കിത് തരല്ലേ, ഈ കയ്യിൽ ഗ്രന്ഥം വേണ്ടേ, ഈല് വേണ്ട, ഈല് വേണ്ട. പിന്നെ തലതടവുകയാണ്. അള്ളാഹുവിന്റെ അർശിൽ, അള്ളാഹുവിന്റെ തണൽ അല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ആ ദിവസം എന്റെ ഈ തണലിൽ നിന്റെ അർശിന്റെ കുടയുടെ തണുപ്പ് നീ നൽകണമേ എന്നാണ്. കാത് തടവുമ്പോ, ചെവി തടവുമ്പോ, സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. വെൽക്കം എന്നാണ്. ഇത് എന്റെ ഈ രണ്ട് കാതുകൾക്കും കേൾക്കാൻ നീ തൗഫീഖ് നൽകണമെന്നാണ് അപ്പോ ദുആ ചെയ്യേണ്ടത്. കാലുമ്മൽ വെള്ളം ഒഴിക്കുമ്പോ, വലത്തെ കാലുമ്പലും ഇടത്തെ കാലുമ്പലും വെള്ളം ഒഴിക്കുമ്പോ, സിറാത്ത് പാലത്തുമ്മലൂടെ മറുകര പറ്റാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ചിലര് വേച്ച് താഴെ വീഴുമ്പോ, ചില ആളുകൾ ഒരുവിധം മറുകര പറ്റുമ്പോ, ചില ആളുകൾ മിന്നറിയുന്ന പോലെ പോകുമ്പോ, ചിലർ കുതിരവായുന്ന പോലെ പോകുമ്പോ, ചിലര് കാറ്റടിക്കുന്ന പോലെ പോകുമ്പോ, ചിലര് ഇവിടെ കണ്ടു പിന്നെ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് അക്കരെ കണ്ടു എന്ന പോലെ അത്ഭുതകരമായി പോകുമ്പോ, എന്റെ കാലിനും ഈ കാലിനും, വേറെ കാലല്ല, ഈ കാലിനും കരുത്ത് പകരണമെന്നാണ് കാലുമ്മൽ വെള്ളമൊഴിക്കുമ്പോൾ നീയത്ത് വെക്കേണ്ടത്. ഇതാണ് പഴയ സൂഫികൾ പറയുന്നത്, നിസ്കരിക്കേണ്ട ഒരു മനുഷ്യന് ഒളു കൊടുത്താൽ തന്നെ മതി. ഒളുവാണെങ്കിൽ ഇത്രയും കാര്യം ഹൗലം കരയിലുള്ള മനുഷ്യൻ ചെയ്ത മനുഷ്യൻ, ദുആ ചെയ്ത മനുഷ്യൻ. അപ്പൊ ഏതൊരു അമലിന്റെയും അടിസ്ഥാനപരമായ ജീവൻ എന്ന് പറയുന്നത് അതേ പറ്റിയുള്ള ഇൽമാണ്, അല്ലെങ്കിലൊക്കെ കാട്ടിക്കൂട്ടലായിരിക്കും. അപ്പൊ ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ പറ്റിയാണ് ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം, ഞാൻ അധികം ദീർഘിപ്പിച്ച് പറയുന്നില്ല, അല്ല, ഒരു 9 മണിയോളമായി. എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം വലിയൊരു വിശ്വാസമാകുന്നത്? ഖുർആൻ, ഹദീസ്, നമ്മുടെ അഖീദ, ആ 3 കാര്യവും പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഖുർആനാണ്. ഖുർആന്റെ ഒരുപാട് അത്ഭുതങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കാൻ അറിയുന്ന ഒരു കാര്യം തന്നെ പറയട്ടെ. വിശുദ്ധ ഖുർആൻ ഗദ്യമല്ല, പദ്യമല്ല. വിമർശകരും അനുകൂലികളും എല്ലാവരും ഖുർആനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഖുർആന്റെ ഒരു പ്രത്യേകത, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടിയതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിക വിശ്വാസത്തിന്റെ എല്ലാത്തിന്റെയും മർമ്മം ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് വഹീ മുഖേന സംസാരിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ വഹിയിൽ വിശ്വസിക്കുന്നത്? സാധാരണക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറയുന്നതിനെ പറ്റുന്നത് പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഫിക്റു സഅത്തിൻ ഖൈറും മിൻ ഖിയാമിൽ ലൈൽ. കുറച്ചു നേരം നല്ല കാര്യം ചിന്തിക്കലാണ് രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെയുള്ള ഒരു സദസ്സായി കബൂൽ ചെയ്യട്ടെ. എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹിന്റെ റസൂലിന് വഹീ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു ലോജിക്ക് എന്താണ്? ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി, ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് ഒരു പക്ഷെ ഓർമ്മയിൽ വരുന്ന ഒരു മനുഷ്യൻ, ഈ പള്ളിയിൽ വെച്ച പേര് പറയുന്ന പ്രസ്യൂട്ടൊന്നുമല്ല, ഒരു കാര്യം പറയാനാണ്. ഇലോൺ മസ്ക്, ടെസ്ലയുടെ മുതലാളി, അദ്ദേഹം എന്തൊക്കെയോ ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് ലോകത്ത് ഇത്ര പ്രശസ്തനായതെന്ന് ചോദിച്ചാൽ, ഇനി ഇലോൺ മസ്കിനെ അറിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇയാളെ പരിചയപ്പെടുത്തൽ നമ്മുടെ ഒരു മുറാദല്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്ന ആളുകൾ പറയുന്നു, ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സഹവാസമുള്ള ഒരു മനുഷ്യനാണ്. അമേരിക്കക്കാരനായ ടെസ്ലയുടെ മുതലാളിയാണ് അദ്ദേഹം.
അദ്ദേഹം മരിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള ചരിത്രം എഴുതുന്നയാള് വോൾട്ടയർ ഏസിയാസ്, ചിലതക്കാരനല്ല, അമേരിക്കയിലെ ഔദ്യോഗിക ഹിസ്റ്ററി റൈറ്ററാണ്. അദ്ദേഹം പറയുന്ന ഇലോൺ മസ്ക് he might be either an alien or a companion of alien. ഈ ഇലോൺ മസ്ക് ഒന്നുകിൽ ഏലിയൻ എന്ന് പറഞ്ഞാൽ ഭൂമിയല്ലാത്ത ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ആൾ, അന്യഗ്രഹ ജീവി, നമ്മുടെ ഭാഷയിൽ ജിന്ന്, മലക്ക് അങ്ങനെയൊക്കെ പറയാം. ഒന്നുകിൽ ഈ ആൾ അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ ദ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അന്യഗ്രഹ ജീവിയുമായി സംസാരിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇത് 2024 ഒക്ടോബറിലും നവംബറിലും ലോകം വിശ്വസിക്കുന്ന കാര്യമാണ്. ഒരു 100 കൊല്ലം മുമ്പുള്ള അന്ധവിശ്വാസമൊന്നുമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഭൂമിയിലെ ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യമാണ് ഇലോൺ മസ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം ഭൂമിയിലുള്ളവർക്ക് സാധിക്കാത്ത കാര്യം ചെയ്യുന്നത്? ഒന്ന്, അധികം പറയുകയല്ല, അദ്ദേഹം ഒരു പുതിയ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നു. ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉടലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്രെയിനും. ആ സൈബോർഗുകൾ, സൂപ്പർ ആനിമൽ, സൂപ്പർ ഹ്യൂമൻ എന്നൊക്കെ പറയും. അവർക്ക് വേണ്ടി ഇദ്ദേഹം 2050 പുതിയ ഒരു ദ്വീപ്, ഒരു രാഷ്ട്രം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യരുടെ തല ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ബേറ്റിപ്പെട്ടി അവിടെ ഫിറ്റ് ചെയ്യും, അതിന്റെ സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ ഉടൽ മനുഷ്യന്റെ, ബ്രെയിൻ യാന്ത്രികം. അപ്പൊ സ്വാഭാവികമായി 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ, ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ, ലോകത്തെ എല്ലാ അറിവുകളും ആർജിച്ച മനുഷ്യരെ പറ്റിയുള്ള അത്ഭുതങ്ങളൊക്കെ അപ്രസക്തമാവും. കാരണം ഈ മനുഷ്യന് ലോകത്തുള്ള എല്ലാ അറിവും ക്ലിക്ക് 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 അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. വരട്ടെ, അപ്പൊ കാണാം, അത് വേറെ വിഷയം. പക്ഷേ ഇത് ഭൂമിയിലെ ഒരാൾക്കൊരിക്കലും സാധിക്കുന്നതല്ലെന്നാണ് ഈ ആലോചന. പിന്നെ സ്പേസ് എക്സ്, എങ്ങനെ ശൂന്യാകാശത്ത് മാർക്കറ്റ് കെട്ടാം, എങ്ങനെ ശൂന്യാകാശത്തേക്ക് ടൂർ പോകാം, എങ്ങനെ വിവാഹം ശൂന്യാകാശത്ത് വെച്ച് നടത്താം. നമ്മൾ ഇവിടെയുള്ള തോട്ടക്കച്ചവടല്ലേ പഠിച്ചിട്ടുള്ളൂ. ഇലോൺ മസ്കിന്റെ ലക്ഷ്യം ബഹിരാകാശത്തെ റിയൽ എസ്റ്റേറ്റ് ആണ്. അവിടെ തോട്ടക്കച്ചവടമാണ്. അപ്പൊ ആള് ചിലറക്കാരനല്ല, അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം അങ്ങനെ തുടങ്ങാം. അപ്പൊ ഇപ്പൊ ആകാശാതിർത്തി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. സിമ്പിളായ കാര്യം ഞാൻ പറയുന്നത്. നമ്മളെ മുതലാളിമാരെന്താ ചെയ്യുന്നത്? അവിടെ ഭാവിയിൽ ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഇപ്പോഴേ നമ്മൾ സെന്റിന് 5 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു 10 സെന്റ് വാങ്ങിയിട്ടാൽ 2 കൊല്ലം കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപയുടെ സെന്റിന്റെ വില അത് 50 ലക്ഷത്തിന് മറിച്ചു വെക്കാം. ഇതല്ലേ ആളുകളെ ഇടുക്കിയിലേക്ക്, പാലക്കാട്ടേക്ക്, വയനാട്ടിലേക്കൊക്കെ നയിക്കുന്നത്. എന്നാൽ ഇത് ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് മുതലാളിന്റെ ഒരു കണ്ണാണെങ്കിൽ, കച്ചവട കണ്ണാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ കച്ചവട കണ്ണ് ചിലപ്പോൾ നമ്മൾ പത്രത്തിൽ കാണാറില്ല. ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ പാകിസ്ഥാന്റെ വിമാനം വെടിവെച്ചിട്ടു. ഇസ്രായേലിന്റെ വിമാനം ജോർദാന്റെ ആകാശാതിർത്തി ലംഘിച്ചതിനാൽ OIC-യിൽ ജോർദാൻ പ്രതിഷേധിച്ചു. ആകാശാതിർത്തിയാണ്. പുതിയ ലോക കൺസെപ്റ്റ് പ്രകാരം ഈ ഇസ്ലാം ആദ്യം അങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ പള്ളിന്റെ ഇതേ സൂത്രത്തിൽ ബഹിരാകാശം വരെ ഈ കമ്മിറ്റിന്റെതാണ്. നമ്മളെത്ര വലിയ മുതലാളിമാരാ, നമുക്കാരാ പറഞ്ഞത് 5 സെന്റ് സ്ഥലവും ഒരു ചെറിയ കുടിലേ ഉള്ളൂ എന്ന് പറയാറില്ല. അതൊന്നുമല്ല. പുതിയ ലോകവീക്ഷണം അനുസരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ബഹിരാകാശം വരെ നമ്മുടേതാണ്. അപ്പൊ ഇനി ബഹിരാകാശത്ത് എങ്ങനെ റിയൽ എസ്റ്റേറ്റ് നടത്താം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തോട് പറയുന്നതിന്റെ പേരിൽ ഞാൻ ഷോർട്ടാക്കുന്നു. അവര് ഇങ്ങനെ തീരുമാനത്തിലെത്തേണ്ടി വരുന്നു. ഹി മൈറ്റ് ബി എയ്തർ ആൻ ഏലിയൻ, ഇയാൾ ഒരു ജിന്നാണ് അല്ലെങ്കിൽ മലക്കാണ്. ഇൻ ഹാദാ ബശറുൻ ഇല്ലാ മലക്കുൻ കരീം എന്ന് പറഞ്ഞതുപോലെ ഇതൊരിക്കലും ഒരു മനുഷ്യനല്ല, ഇത് ഏലിയനാണ്. മനുഷ്യന് പറ്റില്ല. അതിനൊരു ലോ കൂടിയുണ്ട്. ലോകം അംഗീകരിക്കുന്ന ഒരു പൊതു തത്വം എന്താ? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഞാൻ ഇംഗ്ലീഷ് ഇപ്പൊ ചുരുക്കും, ഇത് പറഞ്ഞു തുടങ്ങിയതാണ്. അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ലോകം അംഗീകരിക്കുന്ന തത്വമാണ്. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ്, അസാധാരണമായ സംഭവങ്ങൾ, ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ്. ഒരു മനുഷ്യനെ കൊണ്ട് കുട്ടിയാൽ കൂടാത്ത കാര്യങ്ങളാണ് ഇലോൺ മസ്ക് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഇത് അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തിന് മനുഷ്യന്റെ ബ്രെയിനിൽ വന്നതാവരുത് ഈ കാഴ്ചപ്പാട്. ഇത് ആലോചിച്ച് നോക്കൂ. ഇത് ഇന്നലെ മെനിയാന്ന് വരെ ലോകം അംഗീകരിക്കുന്ന തത്വമാണ്, അന്ധവിശ്വാസമല്ല. ഇലോൺ മസ്ക് ജിന്നാണെന്ന് പറഞ്ഞിട്ട് ലോകത്താരെങ്കിലും മൂക്കത്ത് വിരൽ വെച്ചോ? ഇതെന്താണ് ഈ പറയുന്നത്? ഇലോൺ മസ്കിന് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് മലക്കാണ്, ഏലിയനാണ് എന്ന് അമേരിക്കയിലെ ഔദ്യോഗിക ചരിത്രകാരൻ വോൾട്ടയർ ഏസിയാസ് എന്ന് പറഞ്ഞാൽ മുൻ അമേരിക്കയുടെ ഈ ഫൈസൽ രാജാവുമായി ആയി സംഭാഷണം നടത്തിയ മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതി ഫേമസ് ആയ മനുഷ്യനാണ്. ഒരു അഡ്രസ് ഇല്ലാത്ത ഫേക്ക് ഐഡിയ ഒന്നുമല്ല. പക്ഷേ ലോകം അത് അംഗീകരിക്കുന്നു. ഞാൻ ഒരു വിഷയം പറയാനാണ് ഇത് പറയുന്നത്. 3 ദിവസം മുമ്പ് മനോരമയിൽ പോലും വന്നൊരു ന്യൂസ് ഉണ്ട്. അമേരിക്കയിലെ ടെക്സാസ് എയർപോർട്ടിലെ വിമാനങ്ങൾ താഴ്ന്നു പറക്കണം, ദിശ മാറി പറക്കണം. എന്താ കാരണം? ഇലോൺ മസ്കിന്റെ മുന്നറിയിപ്പ്. തന്നോട് സംസാരിക്കാൻ
തന്നോട് സംസാരിക്കാൻ, ഇതിന്റെ പേരെന്താണ്, UFO, പറക്കും തളികയിൽ, അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, പറക്കും തളികയിൽ അന്യഗ്രഹ ജീവികൾ വരുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞോ അന്ധവിശ്വാസം? എന്താണ് അദ്ദേഹം പറഞ്ഞത്? തന്നോട് സംസാരിക്കാൻ വേറെ ഗ്രഹത്തിൽ നിന്ന് പറക്കും തളികയിൽ അന്യഗ്രഹ ജീവികൾ വരുന്നു. ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അമേരിക്കയിൽ ടെക്സാസ് എയർപോർട്ടിൽ നിന്ന് നിർദ്ദേശം, ഫ്ലൈറ്റ് താഴ്ന്നു പറക്കുക, ദിശ മാറി പറക്കുക 3 മണിക്കൂർ നേരത്തേക്ക്. നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജിന്ന് കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നികളാണെന്ന് പറയുന്നവർ തന്നെ എത്ര അഭിപ്രായക്കാരാവും? നിങ്ങൾ ആലോചിച്ചോക്ക്. ആ സ്ത്രീ എന്തൊക്കെയോ പറയുന്നു, ആ ചങ്ങാതി പെടുന്നതിന് ഒരു മാറ്റം, പള്ളി തന്നെ പോകുന്നില്ല, വലിയ താടിയൊക്കെ ആക്കി ഞെരിയാണിന്റെ 2 മീറ്റർ മേലെ നിന്ന് പേന്റ് കട്ട് ചെയ്തിട്ടുണ്ട്, ലോകത്ത് കാണുന്നവരോടൊക്കെ സലാം പറയുന്നതാണ്. അപ്പോ ഒരു വാദം, അയാൾക്ക് ജിന്ന് കൂടിയതാണ്, അല്ലെ ഈ പെണ്ണിന് ഏതോ കുട്ടിച്ചാത്തൻ കൂടിയതാണ്, അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്കിടയിൽ ഒരാളെ പറ്റി പറഞ്ഞാൽ എത്ര അഭിപ്രായങ്ങളായിരിക്കും? അതൊക്കെ പഴയ കാലത്തുള്ള അന്ധവിശ്വാസം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചുകൂടെ? കൗൺസിലിങ്ങിന് കൊണ്ടുപോയിക്കൂടെ? ഇത് ഹിസ്റ്റീരിയാണ്, അലോപ്പതി ഗുളിക കൊണ്ട് മാറുന്ന കേസാണ്, അങ്ങനെ പറയുന്ന ഒരു കൂട്ടർ. ഇനി അതൊന്നും അല്ല, ഇത് ജിന്നാണ്, ശൈത്വാനാണ്, അതുകൊണ്ട് തങ്ങളെത്തേക്കാണ് പോകേണ്ടത്, മന്ത്രിപ്പിക്കണം, നൂല് വേണമെന്ന് പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം. ഇതല്ലേ സ്വാഭാവികമായിട്ടുണ്ടാവുക? പക്ഷേ നോക്ക്, അമേരിക്കയിൽ എയർപോർട്ടിൽ നിന്ന് 3 മണിക്കൂർ നേരത്തേക്ക് നിർദ്ദേശം, ഫ്ലൈറ്റ് ദിശ മാറി പറക്കൂ, കാരണം ജിന്ന് മിണ്ടാൻ വരുന്നുണ്ട് ഇദ്ദേഹത്തോടെ. ലോകം എവിടെയാ വാസ്തവത്തിലുള്ളത്? എന്റെ വിഷയം എന്താണെന്നറിയോ? നമ്മളെപ്പോലെയുള്ള ഒരു ഇലോൺ മസ്ക് ബഹിരാകാശത്ത് തോട്ടം വാങ്ങുമെന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉടലും യന്ത്രത്തിന്റെ തലയുമുള്ള സൈബോർഗുകളെ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴേക്ക്, ഈ മനുഷ്യൻ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന മനുഷ്യനോ ആണെന്ന് ഔദ്യോഗികമായി ലോകം അംഗീകരിക്കുന്നുവെങ്കിൽ, ഇനി ഈ ഒരു ലോജിക് അഷ്റഫുൽ ഖൽക്കിന്റെ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യും. ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗം അംഗീകരിക്കാമെങ്കിൽ മറുഭാഗം അംഗീകരിക്കണ്ടേ? ആരാണ്? ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊഷരതയിലേക്ക് ജനിച്ചു വീണ, ആടിന്റെ അകിട് വലിച്ച് പാല് കറന്ന, അങ്ങാടിയിലൂടെ വിറക് തലയിൽ വെച്ച് നടന്ന, ഭാര്യമാരെ വീടുജോലികളിൽ സഹായിച്ച, കണ്ടം വെച്ച കുപ്പായം ധരിച്ച, 2 പച്ചവെള്ളം, 2 കറുത്ത സാധനങ്ങൾ കൊണ്ട് ജീവിച്ച പച്ചവെള്ളവും ഈത്തപ്പഴവും ഒരു മനുഷ്യൻ, സാധാരണക്കാരൻ. അങ്ങനെയൊക്കെ പറയുമ്പോ സാധാരണക്കാരൻ. 2 പച്ചവെള്ളമാണ് വീട്ടിലാകുള്ളത്, 2 കറുത്ത സാധനം, 1 പച്ചവെള്ളവും ഈത്തപ്പഴവും. ആഴ്ചയിൽ ഒരു തവണയാണ് വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞത്. കുപ്പായത്തിൽ കണ്ടം വെച്ചു എന്നാണ് ചരിത്രം. കഷ്ണം വെച്ച് തുന്നിപ്പിടിപ്പിച്ചു, ചെരുപ്പ് തുന്നി, അങ്ങാടിയിൽ നിന്ന് വിറകെടുത്ത് തലയിൽ വെച്ച്, ആടിന്റെ അകിട് വലിച്ച് പാല് കറന്നു, മക്കയിലെ മുട്ടക്കുന്നിൽ ഒട്ടകത്തെ മേച്ച് നടന്നു, ഭാര്യമാരെ ജോലിയിൽ സഹായിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യൻ. ഒരു ദിവസം രാവിലെ മക്കയിലെ സഫാ കുന്നിന്റെ ചുവട്ടിൽ ഒരൊച്ച, ഒരു ശബ്ദം, വാ സബാഹ. ഇതാണ് ഉണ്ടായത്, വാ സബാഹ. എല്ലാവരും വരുവിൻ. പണ്ട് അപകടം ഉണ്ടാകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. മലബാർ കലാപത്തിന്റെ ഒക്കെ കാലത്ത് നഹാര എന്ന് പറയും. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ചർച്ചിൽ മണി മുഴങ്ങും, അപ്പൊ എല്ലാവരും വരണം. ആ പഴയ സിസ്റ്റമാണ്. മലയുടെ മുകളിൽ കയറിയിട്ട് വാ സബാഹ, എല്ലാരും വന്നു. എല്ലാരും വന്നപ്പോ ഒരു ചോദ്യം, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഫിഹർ, യാ ബനി അബ്ദി മനാഫ്, അറഅയ്തും ലൗ അഖ്ബർതുകും അന്നൽ ഖൈല ബിസഫി ഹാദൽ ജബൽ തുരീദു അൻ തുഗീറ അലൈക്കും അലാ സദ്ദത്തുമുനി. ഇതാണ് ആദ്യത്തെ പ്രവാചകന്റെ പത്രസമ്മേളനം. ഇസ്ലാമുമായി വന്നതിന് ശേഷം ഫസ്റ്റ് പ്രസ് മീറ്റിംഗ് അതാണ്. പ്രവാചകൻ മലയുടെ മുകളിൽ കയറി ചോദിക്കുന്നു, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ഫിഹറിന്റെ മക്കളെ, അബ്ദു മനാഫിന്റെ മക്കളെ, 3 പ്രമുഖ മക്കയിലെ ഗോത്രങ്ങൾ, ഇവരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അറഅയ്തും ലൗ അഖ്ബർതുകും, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, അന്നൽ ഖൈല ബിസഫി ഹാദൽ ജബൽ തുരീദു അൻ തുഗീറ അലൈക്കും, നിങ്ങൾ ആക്രമിക്കാൻ ഒരു അശ്വമേധ പട ഇതിന്റെ പിറകിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, അലാ സദ്ദത്തുമുനി, നിങ്ങൾ ഞാൻ പറയുന്നതിനെ നേരാക്കുമോ എന്ന് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ചോദ്യമാണ്. 40 കൊല്ലം ഒപ്പം നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വ്യക്തിത്വത്തിൽ ഒരു കരിങ്കുത്ത് പോലും വരുത്താത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിക്കുമോ? കൂടിയവർ പറഞ്ഞു, എന്ത് ചോദിക്കാൻ, ബല, ഉറപ്പല്ലേ? പക്ഷേ ഞാൻ ആ കഥ പറയുകയല്ല. ഒരാൾ മാത്രം പറഞ്ഞു, ഫഖാമ അബൂലഹബ്, അബൂലഹബ് എഴുന്നേറ്റ് വന്നുകൊണ്ട് പറഞ്ഞു, തബ്ബല്ലക്, നിനക്ക് നാശം, സായിറൽ അയ്യാം, എന്നും നാശം, അമാ ദഅഅതുമൂനാ ഇല്ലാ ലിഗൈരി ഹാദാ, ഇത് പറയാനല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് ഞങ്ങളെ വിളിച്ചുകൂടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു. അന്ന് തുടങ്ങിയ പ്രവാചകന്റെ പ്രബോധനം. എന്നിട്ട് എന്താ ഉണ്ടായത്? കാൽനടയായും കഴുതപ്പുറത്തും മാത്രം സഞ്ചാരം സാധ്യമായിരുന്ന ഒരു കാലത്ത് പ്രവാചകൻ
ഭൂമിയുടെ കിഴക്കേ അറ്റത്തുള്ളത് പ്രവചിക്കുന്നു, കിഴക്കേ അറ്റത്തുള്ളത് മക്കയിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നു, പടിഞ്ഞാറേ അറ്റത്തുള്ളത് മദീനയിൽ വെച്ച് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചരിത്രം എഴുതപ്പെടാത്ത കാലത്ത് 2000-3000 കൊല്ലം മുമ്പുള്ള ചരിത്രം സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാലം തീരുന്ന കാലം വരെയുള്ള, അന്ത്യനാൾ വരെയുള്ള ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും ഒന്ന് തെറ്റിയോ? ഒന്നും തെറ്റിയില്ല. എന്റെ ലളിതമായ ചോദ്യം, ഇനിയും നടക്കാത്ത കേവല സ്വപ്നം മാത്രമായ ബഹിരാകാശത്തെ റിയൽ എസ്റ്റേറ്റ് സങ്കല്പം നമ്മളോട് പറഞ്ഞു തന്നതിന്റെ പേരിൽ ഇന്ന് ലോകത്തുള്ള ഒരു മുതലാളിയെ പറ്റി അദ്ദേഹത്തിന് ഈ ആശയം പറഞ്ഞു കൊടുക്കുന്നത് അന്യഗ്രഹ ജീവിയായ ജിന്നോ മലക്കോ ആണെന്ന് അമേരിക്കക്കാർ, ലോകത്തെ ഏറ്റവും വികസിത സമൂഹമെന്ന് നമ്മൾ പോലും പുരസ്കരിക്കുന്ന അമേരിക്കക്കാർ പറയുന്നതിനെ നമുക്ക് അക്ഷരം പ്രതി വിഴുങ്ങാമെങ്കിൽ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അറിവ് ആരാണ് പറഞ്ഞു കൊടുത്തത്? എത്ര ലളിതമാണ് ആ കാര്യം. പറഞ്ഞത് ശരിയായോ ഇല്ലേ, എന്തെങ്കിലും ശരിയാവാതിരിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞതിൽ എന്താ ഇത്ര വലിയ അത്ഭുതം ആർക്കെങ്കിലും തോന്നുമെങ്കിൽ പറഞ്ഞതൊക്കെ അത്ഭുതമാണ്. 2 അത്ഭുതം മാത്രം ഞാൻ പറയാം. ഒന്ന്, ഒരുവിധം ആളുകളൊക്കെ സാധാരണക്കാര് ഗൾഫ് കണ്ടവരായിരിക്കും. മരുഭൂമി, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ്, ലാ തഖൂമു സ്സാഅ ഹത്താ യഊദ അറബുൽ അറബി അൻഹാറൻ വ മുറൂജാ, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ഹത്താ യഊദ അറബുൽ അറബ്, അറബ് മരുഭൂമി മടങ്ങുന്നത് വരെ, അൻഹാറൻ വ മുറൂജാ, നദികളായും തോട്ടങ്ങളായും. എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ട് എത്ര കൊല്ലായി? നമ്മൾ അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ഫാക്ച്വലി അറിയണം. ഇതൊരു കെട്ടുകഥയല്ല. റസൂലുള്ളാഹി ജീവിച്ചത് കാലം ഏതാണെന്നൊക്കെ നമ്മളിങ്ങനെ പഠിക്കണം. നമുക്ക് ബാക്കിയൊക്കെ അറിയാലോ. റസൂലുള്ളാഹി ഇപ്പോ ഇത് 2024 റസൂലുള്ളാഹി എപ്പോഴാണ് ഭൂമിയിൽ ജീവിച്ചത് എന്ന് ഞാൻ ഉസ്താദന്മാരോടല്ല പറയുന്നത്, സാധാരണക്കാരോടാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എന്നേക്കാൾ വിവരം കുറഞ്ഞവരാണെന്നത് കൊണ്ടല്ല. ഉസ്താദന്മാരുടെ പണി ഇത് പറയലും പഠിക്കലും തന്നെയാണല്ലോ. നിങ്ങൾ വേറെ വ്യവഹാരങ്ങളിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്നെ ഒരിക്കലും ഞാൻ ഒരാൾക്ക് അറിയില്ല എന്നുള്ള അർത്ഥത്തിലേ അല്ല. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഞാൻ ചോദിച്ചു എന്നിരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ എപ്പോഴാണ് ജനിച്ചത്? നമുക്കതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ അതൊരു പ്രശ്നമാവുന്ന എപ്പോന്നറിയോ? ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, എപ്പോഴാണ് അർജന്റീനക്ക് അവസാനമായി ലോകകപ്പ് കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉത്തരം അറിയായിരിക്കും. മറഡോണ കപ്പടിച്ച കൊല്ലതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ബ്രസീലിൽ ഇപ്പം ലോകകപ്പ് കിട്ടിയിട്ട് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയും. കരുണാകരൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആരായിരുന്നു മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഉത്തരം പറയും, ഒക്കെ പറയും. പക്ഷെ റസൂലുള്ളാഹി ഭൂമിയിൽ വന്നത് കൊല്ലാന്ന് പറഞ്ഞാൽ ആർക്കും ഉത്തരം കിട്ടൂല. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ആൾക്കാരാണ്. റസൂലുള്ളാഹി നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് നമ്മളെ മൈൻഡ് ചെയ്യൂല. അത്രേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കാക്കട്ടെ. നമ്മൾ ഈ പഠിച്ച കണക്കറിയുന്ന ആളുകൾക്ക് ഒരു ഹൗദുൽ കൗസർ ഇല്ലാലോ. അപ്പോ റസൂലുള്ളാഹി ഇത് പറയുന്ന കാലത്ത് അറേബ്യ എന്താ, അതിന്റെ ചേലെന്താ? 571 ഏപ്രിൽ 21 റസൂലുള്ളാഹി ജനിച്ചത്. 610 ജൂൺ 8 അല്ലെങ്കിൽ 10 എല്ലാ തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി നബിയാകുന്നത്. 619 ജൂലൈ 22 തിങ്കളാഴ്ചയാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. 630 ആഗസ്റ്റ് 8 തിങ്കളാഴ്ചയാണ് വഫാത്താവുന്നത്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഞാൻ എന്റെ ആ ഒരു സംഗതി ഇവിടെ പറഞ്ഞതല്ല. റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല എന്നറിയിക്കാനാണ് പറഞ്ഞത്. ജീവിച്ച ഒരു മനുഷ്യനാണ്. ഏതോ കാലത്തൊന്നുമല്ല. ഇത് 2024. റസൂലുള്ളാഹി വഫാത്തായത് 630 ആഗസ്റ്റ് മാസം 8 തീയതി ഇന്നത്തെ സൗദി അറേബ്യയിലെ മദീനയിൽ. നമ്മളും റസൂലുള്ളാഹിയും തമ്മിൽ 48 തലമുറയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇന്നത്തെ ഒരു മനുഷ്യന്റെ, ഇന്നത്തെ ഒരു തങ്ങളുടെ 47ാമത്തെ അല്ലെ 48ാമത്തെ, ഏറി വന്നാൽ 51ാമത്തെ ബാപ്പാന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഉള്ളൂ. അധികമൊന്നും പഴക്കയില്ല. റസൂലുള്ളാഹി ഉപയോഗിച്ച മുണ്ടും കുപ്പായം ഇന്നും കാണാൻ കിട്ടും. റസൂലുള്ളാഹി കിട്ടിയ തലയെക്കെട്ട് ഇന്നും കാണാനുണ്ട്. റസൂലുള്ളാഹി ചവിട്ടിയ ചെരുപ്പിന്നും കാണാനുണ്ട്. റസൂലുള്ളാഹി ഒരു മായാവി കഥയിലെ കഥാപാത്രമല്ല, ഒരു ഡിങ്കൻ സ്റ്റോറിയിലെ കഥാപാത്രമല്ല. റസൂലുള്ളാഹി ഇവിടെ ജീവിച്ച് വഫാത്തായി പോയൊരു മനുഷ്യനാണ്. അക്കാദമിക ചരിത്രം തെളിവ് നിരത്തുന്ന ഒരു കഥാപാത്രമല്ല, ഒരു ജീവസാന്നിധ്യമാണ്. ആ നബി പറയുകയാണ്, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, മരുഭൂമി നദികളും തോട്ടങ്ങളും ആകുന്നത് വരെ. ആ പറയുന്ന കാലത്ത് മരുഭൂമിയിൽ ഒരു നദിയും ഇല്ല, മരുഭൂമിയിൽ തോട്ടവും ഇല്ല. 2024 നമ്മൾ കാണുന്ന ഗൾഫോ? റസൂലുള്ളാഹി പറഞ്ഞ അറബ് GCC ആണ്. കിലോമീറ്ററുകൾ കണക്കിനാണ് തോട്ടങ്ങൾ. ഫ്ലൈറ്റ് താഴ്ന്ന് പറക്കുമ്പോ, കിലോമീറ്ററുകൾ മറികടക്കുമ്പോ പെട്ടെന്ന് ഞാൻ അതിന്റെ ഒരു അതിശയോക്തി പറയുകയല്ല. ആദ്യമായി പോകുന്ന ആളുടെ സങ്കല്പം തന്നെ മാറിപ്പോകും. ആദ്യം ചുവന്ന മരുഭൂമി കുറെ കണ്ടതിന് ശേഷം തീരാത്ത ഈത്തപ്പഴത്തോട്ടങ്ങൾ. കേവലം ഈത്തപ്പഴത്തോട്ടം മാത്രമല്ല, അധിക ഗവൺമെന്റുകളും ഇറിഗേഷൻ സംവിധാനം ഒരുക്കി, കൃത്രിമ നദികൾ ഒരുക്കി, പച്ചക്കറിത്തോട്ടങ്ങൾ. അറബ് ഭൂമിക ഹരിതവൽക്കരണത്തിന്റെ പാതയിലൊക്കെയാണ് അവിടെ പച്ചക്കറികൾ. അത് സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയല്ലേ നമ്മുടെ ഇതിന്റെ എല്ലാം കാര്യം. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശമാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനിയിപ്പോ ഞാൻ ഉദ്ഘാടനം ചെയ്തത് കുറഞ്ഞു പോയാൽ അത് പറയാം. ആദ്യം ഒരു പൈസ ഉണ്ട്. ബിസ്മില്ലാ.
തോട്ടങ്ങൾ വരും, നദികൾ വരും. പക്ഷെ റസൂലുള്ളാന്റെ പ്രവചനം തോട്ടങ്ങളും നദികളും വരുന്ന മാത്രമല്ല, ഹത്താ യഊദ, പണ്ടായതുപോലെ മടങ്ങും എന്നാണ്. പണ്ടായതുപോലെ മടങ്ങും. അപ്പൊ ഇത് റസൂലുള്ള എങ്ങനെ മനസ്സിലാക്കി? പഴയകാലത്തെ അറേബ്യയിൽ മരുഭൂമിയിൽ തോട്ടങ്ങളും നദികളുമായിരുന്നു എന്നങ്ങനെ മനസ്സിലാക്കി. ഭാവിയിൽ ഇങ്ങനെ വരുന്ന മാത്രമല്ല, പണ്ടത്തതുപോലെയാകും. ഇന്ന് അറേബ്യയിൽ കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള ജിയോളജി പഠനം പറയുന്നു. അധികം കൊല്ലം മുമ്പൊന്നുമല്ല, ഏകദേശം 10,000 കൊല്ലം മുമ്പ് പോലും അറേബ്യ വനനിബിഡ മേഖലയായിരുന്നു. നിഷേധിക്കുക സാധ്യമല്ലല്ലോ. അനാക്കോണ്ട പാമ്പുകൾ നിറഞ്ഞ ആധുനിക ആമസോൺ കാടുകളെക്കാൾ വലിയ ജുറാസിക് പാർക്കുകൾ, ദിനോസറുകൾ വാഴുന്ന ജുറാസിക് പാർക്കുകളായിരുന്നു മില്യണേഴ്സുകൾക്ക് മുമ്പിൽ. 10,000 കൊല്ലം മുമ്പ് വരെയും ആ കാടുകൾ അവിടെ നിലനിന്നിരുന്നു. എന്നിട്ട് തുടർച്ചയായി നൂറ്റാണ്ടുകളോളം അറേബ്യയിൽ ക്ഷാമം വന്നു. അതിന്റെ പേരിൽ അവിടെയുള്ള മൃഗങ്ങൾ ചത്തുടങ്ങി, മരങ്ങൾ ഉണങ്ങി, അതിന്റെ ഫോസിലുകൾ ഭൂമിക്കടിയിലായി. അതിന്റെ കെമിക്കൽ എവല്യൂഷൻ, അതിന്റെ രാസപരിണാമം വഴിയാണ് അവിടെ കുളിച്ചാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് എന്ന് ഇന്ന് സയൻസ് നമ്മളോട് പറയുന്നു. നാളെ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഹത്താ യഊദ അർദുൽ അറബി അൻഹാറൻ വമുറൂജ. നിങ്ങൾ കാലുകുത്തിയ ഈ അറബ് ഭൂമിക നാളെ തോട്ടങ്ങളും കാടുകളുമായി പഴയകാലം പോലെയാകുന്നതിന് മുമ്പ് അന്ത്യനാള് സംഭവിക്കൂല. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു 2070 നിലവിൽ മൺസൂൺ കാലവർഷം ലഭിക്കുന്ന കേരളം പോലുള്ള ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ പോലുള്ള പ്രദേശങ്ങളിൽ ക്ഷാമം വരികയും ഗൾഫ് ഭൂമികയിൽ വെള്ളപ്പൊക്കം വരികയും ചെയ്യും എന്നുള്ളതാണ് പ്രവചനം. ദുബൈയിൽ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അതൊരു കൊല്ലം വന്നു എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോ ഫേസ്ബുക്ക് തുറന്നാൽ കാര്യമായൊരു കൗതുകം ഗൾഫിലെ, അത് ഇന്നലെ കണ്ടു, ബഹ്റൈനിൽ, അത് UAE-യിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും അവിടെ പെയ്യുന്ന മഴ വീഡിയോ ആക്കി ഫേസ്ബുക്കിൽ ഇടലായിരുന്നു. 2-3 കൊല്ലം മുമ്പ് വരെ ട്രെൻഡ്. ഇപ്പൊ അത് അധികാളും ചെയ്യുന്നില്ല. മഴ ഒരു പതിവായി. മഞ്ഞ് വീണും മഴ പെയ്തും 2070 ഏറ്റവും ഹരിതാപമായ ഭൂമിയായി അറേബ്യ മാറും. 70 എന്നുള്ളത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് വെച്ചാലും അത് അവരുടെ പഠനമാണ്. നമുക്കതിന്റെ സാധ്യത തെളിഞ്ഞു വരുന്നു. നമ്മുടെ ഭൂമിയോ വരണ്ടുണങ്ങിയും പോകും എന്നാണ് അവർ പറയുന്നത്. ഇത് ഏത് അറിവിന്റെ പിൻബലത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അറേബ്യയിൽ ഉയരമുള്ള കെട്ടിടം നമ്മള് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മാ ഖസീദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസി അൽ കറമി മൗലായ സല്ലി വസാ. നിങ്ങൾ ഗൂഗിളില് ഇതൊരു പ്രസംഗമായിട്ടൊന്നും കൂട്ടണ്ട, ഇതെന്താണോ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയാൽ മതി. അള്ളാഹു നമ്മളെ ഈ പറയുന്ന നേരങ്ങൾ മരിക്കുന്ന നേരത്ത് നമുക്ക് ഉപകാരമുള്ള സംഗതികളാക്കി അള്ളാഹു മാറ്റി തരട്ടെ. മരണാനന്തരവും അള്ളാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൂഗിളില് ഒരു 50 കൊല്ലം മുമ്പുള്ള അറേബ്യ നിങ്ങളൊന്ന് പിക്ചർ എടുത്ത് നോക്കി നോക്കുക. 50 കൊല്ലം മുമ്പ് ഉയരമുള്ള ഒരൊറ്റ ബിൽഡിംഗ് ഇല്ല. ദുബൈ ഇപ്പൊ ബുർജ് ഖലീഫ ഒക്കെയുള്ള ദുബൈന്റെ 1950 ദുബൈ, ഇതൊക്കെ എല്ലാവർക്കും നടക്കുന്ന സംഗതിയല്ലേ. നമ്മള് കുറെ നേരം വാട്സാപ്പിൽ, അതിൽ മുടക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം, അത് മുടക്കുമ്പോൾ ഫേസ്ബുക്ക്, അത് മുടക്കുമ്പോൾ യൂട്യൂബ്, അത് മുടക്കുമ്പോൾ രാവിടും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നങ്ങ് ഉറങ്ങുന്നതിന് പകരം ഒന്ന് ഖുർആനുമായി ഹദീസുമായി ബന്ധപ്പെടുത്തി ഒന്ന് ഫോണൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കൂ. 1950 ദുബൈ എടുത്ത് നോക്കിയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം കൂട്ടിലങ്ങാടിക്ക് ഇന്ന് അതിനേക്കാളും പൊക്കുണ്ടാവും. കൂട്ടിലങ്ങാടിക്ക് 50 കൊല്ലം മുമ്പുള്ള ദുബൈനേക്കാളും ഭംഗിയുണ്ടാവും. ദുബൈ ഒക്കെ ദുബൈ ആയത് ഒരു 30 കൊല്ലം. ഞാനെന്തിനാ ഈ തലമുറയിൽപ്പെട്ട ഞാനിത് പറയുമ്പോ പഴയ ദുബൈക്കാർക്ക് ഒന്ന് മിണ്ടാണ്ട് നിൽക്കണമെന്ന് പറയാൻ തോന്നില്ലേ? 30 കൊല്ലം മുമ്പ് അബുദാബിയും ദുബൈയും കണ്ടുവന്ന് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് തോന്നില്ലേ ഒന്ന് മിണ്ടാണ്ട് നിൽക്കണത് ഇയാൾ കണ്ട ഭൂമിയാ? അന്ന് ഇവിടെ വരെയുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല. ഇതൊക്കെ ഇപ്പൊ ഉണ്ടായതാ. ഈ 50 കൊല്ലത്തിന്റെ ഇപ്പൊ ഉണ്ടായതാ. ഇപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട സിറ്റി മാറിയിട്ട് ഗൾഫിന്റെ ഉള്ളിലേക്ക് പോയാൽ മലപ്പുറം ജില്ലയുടെ നിലവാരത്തിൽ ആ പ്രദേശത്താൻ ഇനിയും ചിലപ്പോൾ 50 കൊല്ലം എടുക്കും. ചില ഏരിയ അത്രയും ബേക്കിലാണ്. പക്ഷേ ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് അറേബ്യന്റെ അവസ്ഥ എന്തായിരിക്കും? പെട്രോളും ഈ പറയുന്ന ചില പൊട്ടൻഷ്യൽ ഭൂപ്രദേശത്തിന്റെ പ്രസക്തി ഇല്ലായിരുന്നെങ്കിൽ അറേബ്യയിൽ പൊക്കൾ ഒറ്റ ബിൽഡിംഗും വരില്ലായിരുന്നു. ആ കാലത്താണ് പ്രവാചകന്റെ പ്രവചനം. അഖ്ബർനി അൻ അമാറാത്തിഹാ. എപ്പോഴാണ് അന്ത്യനാളെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയിൽ ഈ ചോദിക്കപ്പെട്ടയാൾ ചോദിച്ച ആളെക്കാളും വിവരസ്ഥനെന്നല്ലെന്ന് പ്രവാചകന്റെ മറുപടി പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഫഅഖ്ബർനി അൻ അമാറാത്തിഹാ.
എങ്കിൽ എന്താണ് അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത യായശാതി യതതവലൂന ഫിൽ ബുനിയാൻ. എന്തൊരു വാക്കാണത്, അൻതറൽ ഹുഫാത. ഹുഫാത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ധരിക്കാൻ പോലും വകയില്ലാതെ നഗ്നപാതുകരായ അറബികളെ താങ്കൾക്ക് കാണാൻ കഴിയലാണ്. വിവസ്ത്രരായ അൽആലത ദരിദ്രരായ ആട്ടിടയന്മാരായ അറബികളെ കാണാൻ കഴിയും. എങ്ങനെ കാണാൻ കഴിയും? യതതവലൂന ഫിൽ ബുനിയാൻ, അവര് കെട്ടിടമുണ്ടാക്കി മത്സരിക്കുന്നത് കാണാൻ കഴിയും. ഇതെങ്ങനെയാണ് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയത്? ഇത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന കിട്ടിയ അറിവാണ്. അള്ളാഹു പറഞ്ഞു കൊടുത്ത, അറിയിച്ചു കൊടുത്ത അറിവാണ്. നമ്മുടെ കാലത്തെത്തിയപ്പോ ഗൾഫിൽ 8 മിനിറ്റ് നിസ്കാരത്തിന്റെ മിനിറ്റിന്റെ കാര്യം എനിക്ക് ഉറപ്പുവരുത്തണം. ശരി, കൗതുകം എന്താ അറിയോ? നമ്മുടെ അഹ്ലുസുന്നയുടെ നിസ്കാര സമയ ക്രമീകരണം അനുസരിച്ചുകൊണ്ട് ബുർജ് ഖലീഫയുടെ ഏറ്റവും ടോപ്പ് നിലയിലുള്ള അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന മനുഷ്യൻ നോമ്പ് തുറന്നിട്ട് മിനിറ്റിന്റെ കറക്റ്റ് സമയം, നിങ്ങൾ നാളെ എന്നെ ചോദ്യം ചെയ്യണ്ട, എന്റെ ഓർമ്മ, ഞാൻ ആ വിഷയം എടുക്കുന്നുണ്ട്, ഞാൻ അവനെ കൃത്യമാക്കി തരാം. 2 മിനിറ്റിലേറെ സമയം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആൾക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ പറ്റൂ. നിങ്ങൾ അതിന്റെ ഗൗരവം ആലോചിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ആദ്യം സൂര്യാസ്തമനം ഉണ്ടാവുക മുകളിലാണ്, ഉദയം ഉണ്ടാവുക മുകളിലാണ്. കാരണം നമ്മൾ എത്രയും മുകളിലാകുന്നുവോ അത്രയും നമുക്ക് ചക്രവാളം താഴ്ന്നു കിട്ടും. ഞാനൊരു ഗോളശാസ്ത്രം പറഞ്ഞ് സങ്കീർണമാക്കുകയല്ല. നമ്മൾ എത്രത്തോളം മുകളിൽ കയറുന്നുവോ അത്രത്തോളം നമുക്ക് ആകാശത്തിന്റെ ആഴം താഴെ കാണാൻ പറ്റും. മല്ല പറഞ്ഞാല് നമ്മളിപ്പോ ഈ പള്ളീന്റെ മുറ്റത്ത് 4 ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്ന ഒരു ആകാശം 5 അങ്ങനെയായിരിക്കും. കുറെ ദൂരെ ആകാശം ഭൂമിയോട് മുട്ടിയതുപോലെ കാണാം. അതിന്റെ ഒരു പരിധി 5 കിലോമീറ്ററിന്റെ അടുത്താണത്. കോഴിക്കോട് ബീച്ചിൽ പോയി നമ്മളിങ്ങനെ നോക്കിയാൽ ദൂരെ ആകാശം കടലിൽ മുട്ടിയതുപോലെ തോന്നും. അത് 5 കിലോമീറ്റർ ദൂരത്താണ് ആ മുട്ടിയത് എന്നാണ് പറയുന്നത്. ഇനി ഒരാൾ 1 കിലോമീറ്റർ മുകളിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി, 1 കിലോമീറ്റർ അവിടെ നിൽക്കി, ഒന്നാമത്തെ കണക്ക് 400 മീറ്റർ മുകളിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയാൽ അയാൾ കാണുന്ന ആകാശം ഭൂമിയിൽ മുട്ടിയ സ്ഥലം 36 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അതാണ് ഈ ചക്രവാള വൃത്തത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഈ 400 മീറ്റർ പൊക്കത്തിലുള്ള ആൾക്ക് ആദ്യം രാവിലെയാകും, ആദ്യം രാത്രിയാകും. അപ്പൊ ബുർജ് ഖലീഫയുടെ കണക്കെടുത്താൽ ബുർജ് ഖലീഫയുടെ ഏറ്റവും ടോപ്പിലുള്ള നിലയിൽ താമസിക്കുന്ന ഒരു ഫാമിലി, ഏതോ ഒരു സെലിബ്രിറ്റി ഫാമിലി, കുട്ടികൾ മലയാളികളും പോയി താമസിക്കുന്നുണ്ടല്ലോ, ആ ഫാമിലി റമദാനിൽ നോമ്പ് തുറന്നിട്ട് മിനിമം, ഈ മിനിറ്റിൽ എനിക്ക് സംശയമുണ്ട്, ഏറ്റവും മിനിമം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ മഗ്രിബ് ആകുന്നുള്ളൂ. നമ്മുടെ കലണ്ടറിന്റെ പോലും പ്രത്യേകത അതാ. സുന്നത്തേമായത്തിന്റെ ഉലമാക്കൾ അങ്ങനെയാണ് കലണ്ടർ പോലും ഉണ്ടാക്കൽ. മറ്റു കലണ്ടർ എന്ന് പറഞ്ഞാൽ മേലെ നിലയിലും താഴെ നിലയിലും ഒരേ സമയമുണ്ട് വാങ്ങും, ഒക്കെ തെറ്റാണ്. പക്ഷെ എന്റെ വിഷയം ആ തെറ്റും ശരിയും പറയലല്ല, അത്രയും ഉദയാസ്തമനത്തിൽ പോലും വ്യത്യാസമുണ്ടാവുന്ന തരത്തിൽ അറബികൾ ബിൽഡിംഗ് കെട്ടിപ്പൊക്കി. ഇതെങ്ങനെ പറയാൻ പറ്റുന്നു? 50 കൊല്ലം മുമ്പ് അറേബ്യയിൽ ഉദയാസ്തമനം മാറുന്ന ബിൽഡിംഗ് പോയിട്ട് ഒരു 5 നില പൊക്കമുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല. ജിദ്ദയിലെങ്ങാനുമാണല്ലേ. ഈ അറബികളുടെ വലിയൊരു പ്രത്യേകത യതതവലൂന ഫിൽ ബുനിയാൻ എന്നൊക്കെയുള്ള വാക്ക് അക്യുറേറ്റ് കാണാൻ പറ്റും. കാരണം അവര് മരുഭൂമിയിൽ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനേക്കാളും ഉണ്ടാക്കുന്നത് കടല് നികത്തിയിട്ട് ബിൽഡിംഗ് ആണ്. ഓൾക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരുപാട് കിലോമീറ്ററുകൾ മരുഭൂമിയിലുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ലഭ്യതയും സൗകര്യങ്ങളും, പക്ഷേ പോയി മണൽ കയറ്റിക്കൊണ്ടുപോയും അല്ലാതെയും കടല് നികത്തിയിട്ട് കോർണിഷ് ലക്ഷറി സിറ്റികളാണ് കെട്ടിപ്പോക്കുന്നത്. ഒരു പുതിയ ജിദ്ദ, അതിനടുത്ത് പുതിയൊരു സിറ്റി വരുന്നുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ സിറ്റി, ഈ ബുർജ് ഖലീഫയേക്കാൾ വലിയ ബിൽഡിംഗ് വരുന്ന സിറ്റി, ട്വിൻ ടവറിനേക്കാൾ വലിയ ബിൽഡിംഗ് വരുന്ന സിറ്റി, പെന്റഗണിനേക്കാളും വലിയ ബിൽഡിംഗ് വരുന്ന സിറ്റി, യതതവലൂന ഫിൽ ബുനിയാൻ. ഞാൻ അവിടെ തന്നെ കറങ്ങി പറയുകയല്ല. 2024 അന്യഗ്രഹ യാത്ര പറയുന്നതിന്റെ പേരിൽ ലോകത്തിലെ ഇലോൺ മാസ്കിനെ മാലാഖയുമായി സംസാരിക്കുന്ന അത്ഭുത മനുഷ്യനായി വാഴ്ത്താമെങ്കിൽ ഈ മനുഷ്യനെ എന്തുകൊണ്ട് വാഴ്ത്തിക്കൂടാ? എങ്ങനെ പറയാൻ കഴിയുന്നു? നമ്മളൊക്കെ ഇതാ തട്ടിൻ പുറത്തുള്ള ഒരു മുസ്ഹഫ് ഇങ്ങനെ ഓതി പോവലില്ലേ? ഖുർആനിൽ ഒരുപാടുണ്ട്. ഒരായത്ത്, ഏതാണ് ആയത്ത്? ഞാൻ ഈ സംവാദത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, അവര് നമുക്കെതിരെ പറയാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അതിൽ ഖുർആനിന്റെ ഒരു ശാസ്ത്രീയ അത്ഭുതം ഏതെങ്കിലും ഒരു ചോദ്യകർത്താവ് ചോദിച്ചേക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു സാധനം എടുക്കാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചു. അപ്പൊ കണ്ട ഒരു കാര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. സൂറത്ത് ദുഹാൻ, അതിൽ ഈ ഫിർഔനും സംഘവും
ഫിർഔനും സംഘവും കരിങ്കടലിലല്ല, റെഡ് സീ, ചെങ്കടലിൽ മൂസ അലൈഹി ഇസ്ലാമും ഹിളർ അലൈഹി ഇസ്ലാമും കണ്ടുമുട്ടിയ സ്ഥലമാണ് കരിങ്കടൽ. ഫിർഔൻ ഇല്ലാതായത് ചെങ്കടൽ. അപ്പൊ ചെങ്കടലിൽ വെച്ച് നശിച്ചു പോയതിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്. ഹാഫിദുകളുണ്ട് ഇവിടെ, മുത്തല്ലിമീങ്ങൾ, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. സൂറത്ത് ദുഹാൻ. ഖം തറക്കൂ ബാക്കി ഓത് ഹാഫിദുകളുണ്ടോ? മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഇതൊക്കെ അവരിവിടെ ഉപേക്ഷിച്ചു പോയി. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്രയെത്ര തോട്ടങ്ങൾ, അരുവികൾ, എത്രയെത്ര സുഖകരമായ ആനന്ദത്തിന്റെ കേന്ദ്രങ്ങൾ, അനുഗ്രഹത്തിന്റെ എത്രയെത്രയോ സ്ഥലങ്ങളെല്ലാം അവർ ഉപേക്ഷിച്ചു പോയി. എന്നിട്ട് അതിന് ശേഷം അതിന്റെ ഒരു ക്ലൈമാക്സിൽ പറയുന്നു, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ഇത് വല്ലാത്തൊരായത്താട്ടോ. ശരിക്കും ഇസ്ലാം ദീൻ ശരിയാണെന്നറിയാൻ ഈ ഒരൊറ്റ ആയത്തിന്റെ ഞാൻ ഇനി പറയുന്ന അത്ഭുതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ആയത്തിൽ വലിയ ലോകസത്യമൊന്നും പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഫമാ ബഖത് അലൈഹിമുസ് സമാ. ഫിർഔനും സംഘവും ചെങ്കടലിൽ മുങ്ങി മരിച്ചപ്പോൾ, ഇല്ലാതെയായപ്പോൾ, ഫമാ ബഖത് അലൈഹിമുസ് സമാ, അതേ ചൊല്ലി ആകാശം കരഞ്ഞില്ല, വൽ അർള് ഭൂമിയും കരഞ്ഞില്ല. ആയത്തിൽ അത്രയേ ഉള്ളൂ. വമാ കാനൂ മുൻദരീൻ. അതിന് രണ്ടർത്ഥാണ് തഫ്സീറിലുള്ളത്. ഒന്ന്, മരണം അവരുടെ അടുത്തെത്തിയപ്പോൾ ഇത്രയും വലിയ സ്വത്തും അധികാരവും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് ഒരു നിമിഷം പോലും പിന്തിപ്പിച്ചു കൊടുത്തില്ല. വമാ കാനൂ മുൻദരീൻ, സാവകാശം ചെയ്യപ്പെട്ടുമില്ല അവരാരും. മറ്റൊരു അതിന്റെ അർത്ഥം, വ്യാഖ്യാനം, വമാ കാനൂ മുൻദരീൻ, അവർ തിരിച്ചു വരാൻ വേണ്ടി ആരും കാത്തിരുന്നുമില്ല. ഇതിലിപ്പോ എന്താ ഇത്ര വലിയ അത്ഭുതം? നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടൈപ്പ് ചെയ്യുക. ഇതൊരു പക്ഷേ സഹോദരിമാരും കേൾക്കുന്നുണ്ടാകും, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാം. പിരമിഡ് അട്രൻസ്, പിരമിഡ് ഈജിപ്ത്, ഈ ഫിർഔൻ ഭരിച്ച അതിന്റെ മുന്നേ പറഞ്ഞാലാണ് ഇതൊരു കൃത്യത വരുള്ളൂ. ഈ ഫിർഔൻ ചരിത്രത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഫിർഔൻ, ആ ഫിർഔന്റെ നാട് ഈജിപ്താണ്, മിസ്റാണ്. ആ മനുഷ്യന്റെ പേര്, ഈ ഫിർഔൻ എന്നുള്ളൊരു വംശാവലിയുടെ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് റംസീസ് രണ്ടാമൻ. അദ്ദേഹത്തിന്റെ റേഷൻ കാർഡിലെ, ആധാർ കാർഡിലെ പേര്, അച്ഛനിട്ട പേര് ഓസിമെൻഡിയോസ്. അപ്പോ ഇവർ, നമുക്കറിയാം ഈജിപ്തിന്റെ പ്രത്യേകത പിരമിഡുകളാണ്, ഒരുപാട് പിരമിഡുകൾ. ആ പിരമിഡുകൾ കാലപ്പഴക്കം കൊണ്ടും മറ്റും തകരാറുണ്ട്. അപ്പോൾ തകരുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ചില പെട്ടികൾ കിട്ടും. നിങ്ങൾക്കൊക്കെ അറിയാം, ആ പെട്ടികൾക്കുണ്ടാവാറുള്ളത് ഈജിപ്ത് ഭരിച്ച മുൻ രാജാക്കന്മാരുടെ ഡെഡ് ബോഡി, അവരണിഞ്ഞ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അവരെ കുറിച്ച് വിശദീകരിക്കുന്ന താളിയോലയുടെ രേഖകൾ, ഇതാണ് അതിൽ നിന്ന് കിട്ടുക. അപ്പൊ ഞാനീ പറയുന്ന പിരമിഡ് അട്രൻസ് 253, പിരമിഡ് അട്രൻസ് 553, വേഴ്സ് നമ്പർ 1365. ഒന്നുകൂടി, പിരമിഡ് നമ്പർ 553, വേഴ്സ് നമ്പർ, ശ്ലോകം 1365. അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് കയറി പോകാൻ പറ്റും. അതിലെന്താ ഉള്ള അറിയോ? ഞാൻ ഈ പറഞ്ഞ ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന താളിയോലകൾ, ആ താളിയോലയിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ പഴയ ഈജിപ്ഷ്യൻ ഭാഷയിലാണ്. ആ ഭാഷയുടെ ഇന്നത്തെ ഒരു പേര് ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചവർക്കറിയാം. ഈജിപ്ഷ്യൻ ഭാഷയുടെ ഒരു പ്രത്യേകത ഈ ത്രികോണം, ചതുരം, വൃത്തം ഒക്കെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ കുറെ കുത്തും കുറിയും കോമയും ഒക്കെയുമാണ്, നുക്കൂഷുകളാണ്. അതിനെ ആർക്കിയോളജിക്കൽ സർവേക്കാർ ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന ഒരു രീതിയുണ്ട്. വർഷങ്ങൾ അധ്വാനിച്ച് ഒരുപാട് ഇന്റർമീഡിയറ്റ് ഭാഷകളിലേക്ക് അതിനെ മാറ്റി ഒടുവിൽ ഇംഗ്ലീഷിൽ അതിനെ റീഡ് ചെയ്യും. ഞാൻ ഈ പറയുന്ന ആയത്തിനെ വായിച്ച ആളുടെ പേര്, ഈ പള്ളിയിൽ വെച്ച പേരിന് ഒന്നും പ്രസക്തിയില്ല, പോൾ റാവറ്റ. അദ്ദേഹമാണ് ഈ പിരമിഡ് അട്രൻസ് 553. എന്താണെന്നറിയോ? ഓസിമാൻഡിയോസിനോട് കൊട്ടാരത്തിലുള്ള കവികൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? താങ്കൾ മരണപ്പെട്ടാൽ ദ സ്കൈ വീപ്സ് ഫോർ ദീ. എന്റെ വക ഒരു വാക്കില്ലേ, ദ സ്കൈ വീപ്സ് ഫോർ ദീ, ദ എർത്ത് വിൽ ട്രിംബിൾ ഫോർ ദീ. എന്റെ അർത്ഥം എന്താ അറിയോ? താങ്കൾ മരണപ്പെട്ടാൽ ആകാശം താങ്കൾക്ക് വേണ്ടി കരയും, താങ്കൾ മരണപ്പെട്ടാൽ ഭൂമി താങ്കൾക്ക് വേണ്ടി കരഞ്ഞ് വിറക്കും. പിരമിഡ് അട്രൻസ് 553, വേഴ്സ് 1365. അതിനുശേഷവും ഖുർആനുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി നോക്കൂ, എന്തേ കൊട്ടാരത്തിലെ കവികൾ പറഞ്ഞത്? കാരണം പഴയ കാലത്ത് നമുക്കറിയാം, കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനെ മുഖസ്തുതി പറഞ്ഞ് സുഖിപ്പിച്ച് പാട്ടുപാടിയാൽ, മുഖസ്തുതി പറഞ്ഞാൽ കൈ നിറയെ പൊന്നും പതക്കവും പാരിതോഷികവും പട്ടും പവിഴവും പാലും പദവിയും ഒക്കെ കിട്ടും. അതിനുവേണ്ടി ഇല്ലാത്തത് പറഞ്ഞ് തള്ളിമറിക്കുക നമ്മൾ പറയുന്ന ഒരു പരിപാടി പഴയ കാലത്ത് കൊട്ടാരങ്ങളിലുണ്ട്. ആ ഒരു സംഘമാണ് ഫിർഔനോട് പറഞ്ഞത്, താങ്കളൊക്കെ ആരാ? താങ്കളൊക്കെ മരണപ്പെട്ടാൽ ആകാശം കരയൂലേ? താങ്കളൊക്കെ മരണപ്പെട്ടാൽ ഭൂമി വറക്കൂലേ? അത്രയും വലിയ ആളല്ലേ താങ്കൾ? ഇതാണ് കൊട്ടാരത്തിലെ മുഖസ്തുതി. ഒന്നിനിങ്ങനെയുമുണ്ട്, ദ മോസ്റ്റ് അവൈറ്റഡ്.
ഏറ്റവും കൂടുതൽ കാത്തിരിക്കപ്പെടുന്നവനെ. കാരണം പഴയ കാലത്ത് ഈജിപ്തിലെ വിശ്വാസം രാജാക്കന്മാരും പ്രമുഖന്മാരും മരണപ്പെട്ടാൽ അവർ കത്തിക്കില്ല, കുഴിച്ചിടില്ല, കരിക്കില്ല. കാരണം അവരെ വിശ്വാസം ദൈവത്തോട് നിശ്ചിത ദിവസം സംസാരിച്ച ശേഷം മടങ്ങി വരുന്ന. അതുകൊണ്ടാണ് മമ്മിയിലൊക്കെ അടക്കം ചെയ്യുന്നത് തന്നെ. അവരെ വിശ്വാസം തിരിച്ചു വരുന്ന. അതിന്റെ സ്വാധീനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് പോലും ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ വഴി യഹൂദരായി പിന്നീട് സ്വഹാബികളായ അൻസാറുകളിൽ ചില ആളുകൾ ആ ആശയം തന്നെ പങ്കുവെക്കുന്നുണ്ട്. റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയരുത്, അള്ളാഹനെ കണ്ട് തിരിച്ചു വരും, നോക്കിക്കോ എന്നൊക്കെ. ഇതെങ്ങനെ നിങ്ങളതെന്തേ ആലോചിക്കാത്തത്? ഫിർഔൻ ജീവിച്ച് മരിച്ചിട്ട് 3000 കൊല്ലം കഴിഞ്ഞു. ഇതൊന്നും അറിയാതെയാണ് ഈ സംഭവത്തിന് ശേഷം 1600 കൊല്ലത്തിന് ശേഷം ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല. ഈജിപ്തിലെ പിരമിഡ് തകർന്നിട്ടില്ല. ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടില്ല. ഇതൊന്നും അറിയാതെയാണ് ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഈ യഹൂദികളുടെ തലതൊട്ടപ്പനായിരുന്ന മിസ്രിന്റെ അധികാരിയായിരുന്ന ഈ ബനൂ ഇസ്രായേലി സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്ന ഈ ഫിർഔൻ ഉണ്ടല്ലോ, ആ ഫിർഔൻ മരണപ്പെട്ടപ്പോൾ ഫമാ ബഖത് അലൈഹിമുസ് സമാ, കൊട്ടാരത്തിലെ കവികൾ പാടി മരിച്ചാൽ ആകാശം കരയുമെന്ന് ഖുർആൻ കളിയാക്കി പറഞ്ഞു. അന്നാണ് ഇതും ഒരു ട്രോളാണ്, സാറ്ററിക്കലി ആക്ഷേപഹാസ്യമാണ്. കൊട്ടാരത്തിലെ കവികൾ പറഞ്ഞു ഫിർഔനിനോട് മുഖസ്തുതിയായി മരണപ്പെട്ടാൽ ആകാശം കരയുമെന്ന്. ഖുർആൻ പറഞ്ഞു ഫമാ ബഖത് അലൈഹിമുസ് സമാ, മരണപ്പെട്ടപ്പോൾ ആകാശം കരഞ്ഞില്ല. ദ സ്കൈ വീപ്സ് ഫോർ ദീ, സംഭവിച്ചില്ല. ഭൂമി വിറച്ചതുമില്ല, ഭൂമിയും കരഞ്ഞില്ല. അവര് പറഞ്ഞു ദ മോസ്റ്റ് അവൈക്കഡ്, കാത്തിരിക്കപ്പെടുന്നവനെ. ഖുർആൻ അതും ഖണ്ഡിച്ചു. വമാ കാനൂ മുൻവരീൻ, ഒരു ഈച്ചയും പൂച്ചയും പോലും ഫിർഔനെ പിന്നീട് കാത്തിരുന്നിട്ട് വിലപിച്ചില്ലല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ കാര്യം 1600 കൊല്ലം മുമ്പുള്ള ഈ കാര്യം ഇനി 1400 കൊല്ലം കഴിഞ്ഞിട്ട് ലോകം വായിക്കാൻ പോകുന്ന ഈ കാര്യം. അറേബ്യയിലെ ഈത്തപ്പന ഓല കൊണ്ട് മേൽക്കൂര കെട്ടിയ, ഈത്തപ്പന തണ്ടുകൊണ്ട് തൂണ് നാട്ടിയ ഒരു പള്ളിയിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ഇറ്റ് നീഡ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. ഈ പ്രവാചകൻ ഒന്നുകിൽ മലക്കായിരിക്കണം, അല്ലെങ്കിൽ മലക്കിനോട് മിണ്ടുന്ന മനുഷ്യനായിരിക്കണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിതാർക്കാ തള്ളാൻ കഴിയാം? നിഷ്പക്ഷമായി ആലോചിച്ചാൽ ലോകത്താർക്കാ ഇത് തള്ളാൻ കഴിയാം? ഒരിക്കലും തള്ളാൻ കഴിയില്ല. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊരു പറഞ്ഞു നീണ്ടുപോയാൽ റസൂലുള്ളാഹിന്റെ അജബ് പറയാൻ നമ്മൾ തുടങ്ങിയാൽ ഒരിക്കലും ഇത് അവസാനിക്കൂല, ഒരിക്കലും അവസാനിക്കൂല. ഇവിടെയുള്ള എക്സ് മുസ്ലിംസ്, മുർത്തദ്ദുകൾ, ഓരോ പേരത് പറയണ്ട. ഇതുമായി ബന്ധപ്പെട്ട് അവർ ചിലപ്പോ, ഞാൻ തന്നെ നേരിട്ട ഒരു ചോദ്യമാണ്, നിങ്ങളത് ആ വിഷയം കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ റസൂലുള്ള വന്നത് ഈ അറേബ്യയിലല്ലേ എന്ന് പറഞ്ഞവർ കളിയാക്കാറുണ്ട്. ഈ റസൂലുള്ള അമേരിക്കയിൽ വന്നില്ലല്ലോ, ഇംഗ്ലണ്ടിൽ വന്നില്ലല്ലോ, ചൈനയിൽ വന്നില്ലല്ലോ. ഒറ്റ സെക്കൻഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പ്രസംഗിച്ച് നേരം കളയുന്നില്ല, ഒറ്റ ഇരുന്ന ഇരിപ്പിന് ആലോചിച്ച് നോക്ക്. 1400 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന ഏതെങ്കിലും നഗരങ്ങൾ, ഏതെങ്കിലും 2 പട്ടണങ്ങൾ ഇന്ന് ലോകത്ത് അതേ പേരിൽ ഉണ്ടെങ്കിൽ അത് മക്കയും മദീനയും അല്ലാതെ 2 നഗരങ്ങൾ ഭൂമുഖത്ത് അതേ പേരിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കാണണം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്റെ ചെറിയ അന്വേഷണത്തിൽ കണ്ടിട്ടില്ല. നഗരങ്ങൾ ഉണ്ടാകും, ആ പേരിൽ ഇല്ല. ഇവര് ചോദിക്കുന്നത് കേട്ടാ തോന്നും 1400 കൊല്ലം മുമ്പ് ന്യൂയോർക്ക് ഉണ്ട്, വാഷിംഗ്ടൺ ഉണ്ട്, ബീജിംഗ് ഉണ്ട്, പാരീസ് ഉണ്ട്, ലണ്ടൻ ഉണ്ട്, ജോഹന്നസ്ബർഗ് ഉണ്ട്, കാൻബറ ഉണ്ട്. ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് കുറച്ച് കൊല്ലം ആയുള്ളൂ. 1400 കൊല്ലം മുമ്പ് ഇല്ല എന്ന് മാത്രമല്ല, അത് 10 or 100 കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവാനും പോകുന്നില്ല. പക്ഷെ 1400 കൊല്ലം മുമ്പ് മക്കയുണ്ട്, അതിന്റെ പേര് ബക്ക, മക്ക. 1400 കൊല്ലം മുമ്പ് മദീനയുണ്ട്, ഹാദിഹി ത്വാബ വ ത്വയ്ബ വ മദീനത്തി. 1400 കൊല്ലം മുമ്പ് ഉണ്ട്. 1400 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു ബസ്സോ ഒരു ട്രെയിനോ ഒരു ഫ്ലൈറ്റോ, സങ്കല്പത്തിൽ വേണ്ട ഒരു ഒട്ടക വണ്ടി, അതിന് ടിക്കറ്റ് ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ അതിൽ എഴുതുക ഫ്രം മക്ക ടു മദീന, മിൻ മക്കത്ത ഇലൽ മദീനത്തി എന്നാണ് എഴുതുക. ഇന്നും അങ്ങനെ തന്നെയാണ് ടിക്കറ്റിലുള്ളത്, ഫ്രം മക്ക ടു മദീന. മക്കക്ക് മാറ്റമില്ല, മദീനക്ക് മാറ്റമില്ല, അതേ പേര് തന്നെ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. ഖുർആൻ പറഞ്ഞു, ഖുർആൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിറങ്ങിയ ഭൂമിയുടെ നഗരത്തിന്റെ പേര് പോലും അതുപോലെ ഒന്നും മാറിയില്ല. നിങ്ങൾ ഇതിന്റെ ഗൗരവം ആലോചിച്ചൊക്കെ അത് മനസ്സിലാവുള്ളൂ. 1400 കൊല്ലം മുമ്പ് ഭൂമുഖത്തുള്ള ഒരു സംസ്കാരവും ഒരു രീതിയും ഇന്ന് അതേപോലെ ഈ മക്കയും മദീനയും അല്ലാത്ത ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. 1400 കൊല്ലം മുമ്പ് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭൂമി ആരാ ഭരിച്ചേ? ചാളക്യ ഡൈനാസ്റ്റി. പള്ളിയിൽ നിന്ന് നമ്മളത് അധികം പറയാതെ പോലും ശരിയല്ല. ആരാ രാജാവ്? പുലയകേശൻ രണ്ടാമൻ. ഈ ഇരിക്കുന്നവരിൽ ആരാ ചാളക്യ ഡൈനാസ്റ്റി എന്ന് കേട്ടത്? അപ്പൊ എനിക്കറിയാന്നുള്ളതല്ല, ഞാനിത് പഠിക്കാൻ ശ്രമിച്ചതാണ്. നാളെ എന്നോട് ഇത് മറന്നുപോകും. പക്ഷെ ആലോചിച്ച് നോക്കൂ, ചാളക്യ ഡൈനാസ്റ്റി ഓർമ്മയുണ്ടോ? പുലയകേശൻ രണ്ടാമൻ. അങ്ങനെ രാജാവുള്ള കഥ ആർക്കറിയാം? റസൂലുള്ള മക്കയിലും മദീനയിലുള്ള കാലത്ത് കേരളത്തിന്റെ അവസ്ഥ, അന്ന് കേരളം ഇല്ല, അന്ന് ഈ മണ്ണുണ്ട്, ഈ പേരില്ല.
അന്ന് ഈ ഇന്ത്യ പേരില്ല, ഹിന്ദ് പേരുണ്ട്. ഹിന്ദ് എന്നുള്ള പേരൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഇന്ത്യ ആരാ ഭരിച്ചത്? മുഗളന്മാരും ഗുപ്തന്മാരും. അധികാര കൈമാറ്റക്കാലം ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഇന്ന് ഗുപ്തന്മാരുണ്ടോ മൗര്യന്മാരുണ്ടോ? 1400 കൊല്ലം മുമ്പ് അമേരിക്കയിൽ ആരാ? അന്ന് അമേരിക്കയിലെ ആൾക്കാരുണ്ടല്ലോ. അമേരിക്ക എന്നുള്ള പേരില്ല, ഭൂമിയുണ്ട്. ആരാ? മയന്മാർ. ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്കറിയാലോ ആരാ മയന്മാർ. ചിലർക്കാരാ? സ്വന്തമായി ഭാഷ, നാണയം, ലിപി, സൈന്യം ഒക്കെ ഉണ്ട്. പക്ഷെ മായന്മാർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്ന് മ്യൂസിയത്തിൽ പോകണം. ലോകത്ത് മായന്മാരുടെ ശേഷിപ്പില്ല. 1400 കൊല്ലം മുമ്പ് ദക്ഷിണേഷ്യ രാജ്യങ്ങൾ, ചൈന, ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, പേരുകളൊന്നുമില്ല. ആ ഭാഗം അബദത്തുൽ ഔസാൻ, ബിംബാരാധന, ഏറ്റവും വലിയ ഷിർക്കിന്റെ കൊടിയ കൊത്തളം. എന്നോ ഏറ്റവും വലിയ നിരീശ്വരവാദ കേന്ദ്രം. സംസ്കാരം മാറി, ഭാഷ മാറി. 1400 കൊല്ലം മുമ്പ് യൂറോപ്പ് പാഗനിസം എന്ന് പറഞ്ഞാൽ ആകാശം പോണ ഭൂമി താങ്ങട്ടെ, ഒരാശയവും കാഴ്ചപ്പാടും ഇല്ലായ്മ. ഇന്ന് യൂറോപ്പ് എവിടെ എത്തി? ഒക്കെ മാറി. 1400 കൊല്ലം മുമ്പ് മക്കയിലും മദീനയിലും അറബികൾ, ഇന്നും അറബികൾ, അന്നും അറബ് ഭാഷ, ഇന്നും അറബ് ഭാഷ. അന്നും പേര് മക്ക, ഇന്നും പേര് മക്ക, നാളെയും പേര് മക്ക. മാറാത്ത ഖുർആൻ, മാറാത്ത മക്ക, മാറാത്ത മദീന, മാറാത്ത അറബ് ഭാഷ. വേറൊരു ഭാഷയുണ്ടോ? വേറൊരു നഗരമുണ്ടോ? വേറൊരു ഭൂമിയുണ്ടോ? എന്തുകൊണ്ട് മാറില്ലെന്ന് ചോദിച്ചാൽ ഖിയാമത്ത് നാൾ വരെ മാറാനും പോകുന്നില്ല. അങ്ങനെ ഹദീസ് ഉണ്ട്. ഈ മക്ക ഇന്നൽ ഈമാന ലയഉറുസു ഇലൽ മദീനത്തി കമാ തഉറുസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്ന പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖിയാമത്ത് നാളിന്റെ തൊട്ടു മുമ്പും ലോക അറ്റ്ലസിൽ മദീനയുടെ പേര് മദീന എന്നായിരിക്കും എന്നും അതിന് സാരം. ഒരുപാട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന എത്ര ഹദീസുകളുണ്ട്. ശരിക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം നമ്മൾ പറയുമ്പോൾ ഗാന്ധിജി അങ്ങനെ പറഞ്ഞു, തോമസ് കാർലൈ ഇങ്ങനെ പറഞ്ഞു, മൈക്കിൾ എച്ചാർട്ട് അങ്ങനെ പറഞ്ഞു, ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ബർണാഡ് ഷാ അങ്ങനെ പറഞ്ഞു. അതൊക്കെ നമുക്ക് 10ാമതും 20ാമതും പറയാം. ഒന്നാമത്തത് റസൂലുള്ളാഹിന്റെ മഹത്വം. റസൂലുള്ളാഹിനോട് ജിബ്രീൽ അള്ളാഹു അയച്ചിട്ട് മിണ്ടി എന്നുള്ളതാണ്. അതാണ് എല്ലാത്തിന്റെയും മർമ്മം. നിങ്ങളൊന്ന് ഞാനിങ്ങോട്ടേക്ക് വരുമ്പോ റൂട്ട് മാപ്പ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ റൂട്ട് മാപ്പ് ചോദിച്ചിട്ട് എങ്ങനെയാണല്ലോ പോവുക. നിങ്ങൾ ജിബ്രീലിന്റെ റൂട്ട് മാപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നടന്നതല്ലേ? ഇതൊക്കെ വെറുതെയാവോ? ജിബ്രീൽ വരുന്നത് എവിടെ നിന്നാണ്? എവിടുന്നോ. 1 ശേഷം 500 പൂജ്യമൊട്ട സംഖ്യ എത്രയാണോ ആ സംഖ്യാനുപാതം ഒന്നുപോലുമല്ല ഈ പ്രപഞ്ചവും ഭൂമിയും. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ അറ്റത്ത് നിന്ന് അള്ളാന്റെ അറിയിപ്പാണ്. ഗാലക്സികൾ കടന്ന്, മിൽക്കി വേകൾ കടന്ന്, താരാപഥങ്ങൾ കടന്ന്, സൗരയുധം കടന്ന് ഭൂമിയിലെത്തണം, കരയിലെത്തണം, റേഷ്യയിലെത്തണം, ഹിജാസിലെത്തണം, മദീനയിലെത്തണം. ഈ തപ്പനകൾ പൂത്തുലഞ്ഞ മദീനയിലെ കുടിലിന്റെ അകത്ത് അവിടെ വിശ്രമിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അതിന്റെ ഒരു ഭംഗി എത്ര വലുതാ. നമുക്കിപ്പോ നാളെ രാവിലെ ട്രെയിനിൽ പോകാനുണ്ട്, 4:45 എണീക്കണം. നമ്മൾ എന്താ ചെയ്യാ? ഫോണിൽ അലാറാം സെറ്റ് ചെയ്യുന്നു. 4:45, 4:45. അതിന്റെ ഉറപ്പ് വരുത്താൻ വേണ്ടി 5:05 എന്നിട്ടും തെളിഞ്ഞില്ലെങ്കിലും നോട്ട് 5:30. ഇതാണ് നമ്മൾ ചെയ്യുക. പക്ഷേ റസൂലുള്ളാഹിന്റെ അലാറാം സെറ്റ് ചെയ്തിട്ട് വിളിക്കാൻ അള്ളാഹു പറഞ്ഞേക്കുകയാണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം, റസൂലേ കടന്നുറങ്ങല്ലേ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അലാറാം സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മഹത്വമാണ് ഈ ദീൻ. ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചു. വിശ്വാസശാസ്ത്ര സംബന്ധിയായി തൗഹീദിനെ പറ്റി, റിസാലത്തിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞതിൽ അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ മറുപടി പറയുന്നല്ല. ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ലാസ്റ്റ് ഭാഗം എന്താ? നമ്മുടെ മുസ്ലിങ്ങളാണ്, മുവഹിദീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആൾക്കാരുമാണ്. അത് പറയുമ്പോ നിങ്ങൾക്കതൊരു വഴിപാട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം കാണിക്കാൻ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ചിലപ്പോൾ ചില ആളുകൾക്ക് എനിക്ക് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചിലവർക്ക് ഈ ശാസ്ത്രവും ഇംഗ്ലീഷും പറയുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അത് കേൾക്കുമ്പോഴേ ഒരു ഇടങ്ങാറായിരിക്കും. ഇത് രണ്ടും കൂടി നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. അതുകൊണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പറയുന്ന ഭാഗം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. ഒരു 15 കൊല്ലം മുമ്പ് വരെ മരണവും അനന്തര ജീവിതവും എന്ന് പറയുന്ന ഒരു വിഷയം വയലിന്റെ മേഖലയിലല്ലാതെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? 5 ദിന മതപ്രഭാഷണ പരമ്പര. 1-ാം ദിവസം ഉത്തമ ഭാര്യ, 2-ാം ദിവസം ഉത്തമ ഭർത്താവ്, 3-ാം ദിവസം മാതാപിതാക്കളോടുള്ള കടമകൾ, 4-ാം ദിവസവും മരണവും അനന്തര ജീവിതവും, 5-ാം ദിവസം ദിക്റിന്റെ മഹാത്മ്യം. അങ്ങനെ ഒരു 10-15 വിഷയം. ഇത് വയലിന്റെ മേഖലയിലുള്ള വിഷയങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മരണവും അനന്തര ജീവിതവും ചർച്ച ചെയ്യുന്നത് മതപ്രഭാഷണ വേദികളിലല്ല, കൺവെൻസുകളിലല്ല. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രത്തിന്റെ ലോകത്താണ്.
മരണത്തെക്കുറിച്ചും അനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും എങ്ങനെയാണ് മരണം എന്നതിനെക്കുറിച്ചും മരിക്കുന്ന മനുഷ്യൻ എന്തൊക്കെ കാണും എന്നതിനെക്കുറിച്ചും ആരാണ് മരിക്കുന്ന മനുഷ്യന്റെ അരികെ വരുന്നത് എന്നതിനെക്കുറിച്ചും പഠിക്കാൻ ശാസ്ത്രത്തിനൊരു ശാഖ തന്നെയുണ്ട്, തനാട്ടോളജി. ഇവിടെ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് ആരോ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഫാത്തിഹ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മീറ്റിംഗ് കൂടുമ്പോ, മീറ്റിംഗ് പിരിയുമ്പോ, ഗൾഫ് പോകുമ്പോ, ഗൾഫിൽ നിന്ന് വരുമ്പോ, മരിച്ചാൽ 3-ന്, 5-ന്, 7-ന്, 15-ന്, 40-ന് ഒക്കെ ഫാത്തിഹ അൽ ഫാത്തിഹ അൽ ഫാത്തിഹ, എവിടെ പോയാലും അൽ ഫാത്തിഹ. എന്നിട്ട് നമ്മൾ അവർക്ക് ഇലാ ഹദ്റത്ത് റൂഹി, ഇലാ ഹദ്റത്ത് റൂഹി, സുമ്മ ഇലാ വൈലാ ഹദ്റത്തി ഒക്കെ പറയുന്നത് എന്തിനാണ്? തനാട്ടോളജി എന്താ പറയുന്നതെന്നറിയോ? മരിക്കുന്ന മനുഷ്യൻ, നിങ്ങൾക്ക് അതിന്റെ സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോണിൽ അതിന്റെ ഒരുപാട് PDF-കളുണ്ട്, ടെക്സ്റ്റുകൾ. ഞാനത് ഒരു വലിപ്പത്തരം പറയല്ല. അത് ആരെങ്കിലും ഉപയോഗിച്ചാൽ, ഒരാളുടെ ഈമാൻ ഒന്ന് കൂടിയാൽ, ഒരു സംശയം നീങ്ങിയാൽ എത്ര വലിയ കാര്യമാകും. ലൈഫ് ആഫ്റ്റർ ലൈഫ്, എവിഡൻസ് ഓഫ് ലൈഫ് ആഫ്റ്റർ ലൈഫ്, മൈ ഡീസന്റ് ടു ദ ഡെത്ത്. 15 മില്യണും 10 മില്യണും 20 മില്യണും ഒക്കെ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട. ഇലോൺ മസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോ മൂക്കത്ത് വിരൽ വെക്കാത്തതുപോലെ ലോകത്തൊരാളും വിരൽ വെച്ചിട്ടില്ല. ഇതെവിടെ നിന്നാണ് ഇവർ ശേഖരിക്കുന്നത്? നമ്മൾ സക്കറാത്ത് എന്ന് പറയല്ലോ, അതിന്റെ ഒരു ടേമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ. പക്ഷെ ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ സത്യമാണ് എന്നറിയിക്കുന്ന തെളിവുകൾ ഇവിടെ ഇങ്ങനെ ബാക്കി വെക്കും. ഈ ക്ലിനിക്കലി ഡെഡ് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന കൊമാറ്റോ സ്റ്റേജ്, മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ പറയുന്ന ഒരു സ്റ്റേജ്. ഡോക്ടർമാർ പറയല്ലോ, വലിയ പ്രതീക്ഷയില്ല, വെന്റിലേറ്ററിലാണ് ഉള്ളത്, BP ഒക്കെ താഴുകയാണ്, നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചോ, അല്ലെ കൊണ്ടുപോകുന്നുണ്ടോ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ആ രംഗത്തിനാണ്, ആ നേരത്തിനാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ സമയം അനുഭവിച്ചവരിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ അവരിൽ നിന്ന് അവരുടെ അനുഭവം ശേഖരിച്ച് വികസിപ്പിച്ച ശാസ്ത്രശാഖയുടെ പേരാണ് തനാട്ടോളജി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് മൗലായ സ്വല്ലി വസ. കുറെ ആൾ ഉറക്കം തൂങ്ങുന്നുണ്ട്, ഞാൻ കുറച്ച് ഒന്ന് ഒച്ചത്തെ ചൊല്ലിയ മൗലായ സ്വല്ലി വസ ലിംദാഇ മൻ ആബദ 5000, 10,000, 15,000 ഒക്കെ ആൾക്കാരിൽ നിന്നാണ് അവരുടെ അനുഭവം കളക്ട് ചെയ്തത്. പെട്ടെന്ന് അവസാനിപ്പിക്കുക. അവര് പറയുന്ന കാര്യം, മരണപ്പെടുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യരിൽ 4% മാത്രമാണ് ജീവനോടെയുള്ള മനുഷ്യൻ. ശതമാനത്തിന്റെ അക്യുറസി ഒക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി 96% ആളുകളും നേരത്തെ മരണപ്പെട്ടവരാണ്. ഇതെന്തിനാണ് നമ്മൾ ബഹളം വെച്ച് പറയുന്നത്? പള്ളിന്റെ ഉള്ളിൽ നിന്ന് ആലോചിച്ചു, എന്താണ് പറഞ്ഞ കാര്യം? എല്ലാവർക്കും നാളെ പോകാനുള്ളത് മരണമാണ്, അനിഷേധ്യമായ സാധനം. വല്ലാത്തൊരു മരണം. നമ്മുടെ വീട്ടിൽ നമ്മൾ അന്യനാകുന്ന മരണം. ഒരാൾ മരിച്ചാൽ ആ വീട് അയാൾ കെട്ട 30 കൊല്ലം ഗൾഫ് പോയ മനുഷ്യരാണ്. ആ വീട്ടിന് ഒരു ഗേറ്റ്, പിന്നെ ഒരു ഗ്രില്ല്, പിന്നെ ഒരു വേറെ വാതിൽ, അതിന്റെ ഉള്ളിൽ ഉറങ്ങിയവനാണ്. പക്ഷെ മയ്യത്ത് കൊലയിലേക്ക് വെച്ചാൽ എന്തൊരു തിരക്കാണെന്നറിയോ ആൾക്കാർക്ക്? എന്തൊരു തിരക്കാ! ഇതിന്റെ നിയമം അതന്നെ. എടുക്കുന്നു, കൊണ്ടുപോകുന്നു, കുളിപ്പിക്കുന്നു, ധൃതിയാണ്. സോപ്പിംഗ് എടുക്ക്, തോർത്തിങ് എടുക്ക്, താളിങ് എടുക്ക്, തുടക്ക്, എടുക്ക്, തിരിക്ക്, മറിക്ക്, കൊണ്ടുപോകുന്നു, പെടുന്നതിനെ കൊണ്ടുവരുന്നു, 3 തുണി എടുക്കുന്നു, ചുറ്റുന്നു, പൊതിയുന്നു, അൽ ഫാത്തിഹ. അവിടെയും ഫാത്തിഹ. 9:30 മണിക്ക് ജനാസ നിസ്കാരം, 4 മണിക്ക് നിസ്കാരം, വരുന്നു പോകുന്നു. അതിനിടക്ക് 50 കൊല്ലം 60 കൊല്ലം ഒപ്പം പാർത്ത ഭർത്താവാണ്, ഭാര്യയാണ്. എന്നയാള് കണ്ടുക്കോ, ഒന്നെങ്കിൽ വിളിച്ചോ, ഒന്ന് അമർത്തി, ഒന്ന് നെറ്റിയിൽ ഇറുകെ പുണരാൻ പോലും ആരും വിടുന്നില്ല. തൊട്ട് നാവുമ്പോഴേക്ക് ഭാര്യനെ പിൻവലിക്കുന്നു, ഭർത്താവിനെ പിൻവലിക്കുന്നു, സമയാകുന്നു, എടുത്ത് കൊണ്ടുപോകുന്നു. എന്തൊരു തിരക്കാണ്! ഇതാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്. അപ്പൊ ഈ മരിക്കുന്ന മനുഷ്യൻ 4% മാത്രമാണ് ജീവനുള്ള ആളുകൾ. 96 ഓൾറെഡി ഡെഡ്. ഫോർ ഫാദേഴ്സ്, ഫോർ മദേഴ്സ്, മെന്റേഴ്സ്. ആരൊക്കെയാ വരുന്നത്? ഈ ശാസ്ത്രം പറയാണ്, നേരത്തെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നേരത്തെ മരണപ്പെട്ടുപോയ മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? അധ്യാപകർ, ഗുരുക്കൾ. ഏലി എന്ന് പറഞ്ഞാൽ അത്രയല്ല അവര് പറയൂ, ജിന്ന്, മലക്ക് നമ്മൾ വായിക്കണം. ഗുരുക്കന്മാർ, ഷെയ്ഖുമാർ. ഇനി അവിടെ നിൽക്ക്, നമ്മുടെ തൽക്കാലം സുന്നി ആവണ്ട. അത് പറ്റുമല്ലോ, സുന്നി ആയിക്കില്ല, റേഷൻ അരിമുട്ടി പോകുന്നില്ലല്ലോ. നമ്മൾ തൽക്കാലം ഒരു 30 സെക്കൻഡേക്ക് സുന്നിന്ന് രാജിവെക്ക്. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു, എന്താ പറഞ്ഞത്? അങ്ങനെ പറ്റുമല്ലോ. മരിക്കുന്നയാള് അനുഭവിക്കുന്നവരിൽ 4% ആളുകൾ മാത്രമാണ് ജീവനുള്ള ആളുകൾ. ഭാര്യ, ഭർത്താവ്, ഡോക്ടർ, നഴ്സുമാർ, അതിന്റെ അസിസ്റ്റൻസ്, നേതാക്കന്മാരാണെങ്കിൽ അണികൾ ഒക്കെ കൂടി 4%. 96% ഓൾറെഡി മരിച്ച ഷെയ്ഖുമാർ, ഓൾറെഡി മരിച്ച ഉസ്താദുമാർ, ഓൾറെഡി മരിച്ച മാതാപിതാക്കൾ. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ അവിടെയുള്ള ന്യായം അത് സയൻസ് അല്ലേ, തള്ളികളയാ. അങ്ങനെ തള്ളാൻ മെനക്കെട്ടാലുള്ള കുഴപ്പം. ബാക്കി ഒന്നിലും നമ്മൾ അവരെ തള്ളുന്നില്ല. എന്തിലാ സയൻസിനെ തള്ളുന്നത്? ഒന്നിലും തള്ളുന്നില്ലല്ലോ. സയൻസ് പറയുന്നത് കൊണ്ട് സുന്നത്തെ ജമാഅത്ത് ശരിയെന്നല്ല.
ഏറ്റവും മിനിമം ലെവൽ ഇങ്ങനെ ആലോചിക്കാം. പക്ഷെ അവിടെയും തീരുന്നില്ല. ഈ മരണത്തിന്റെ മുമ്പുള്ള മരണമുനമ്പിലെ അനുഭവത്തിൽ നിന്ന് തിരിച്ചു വന്ന അന്ധന്മാർക്കിടയിൽ നടത്തിയ അഭിപ്രായം ആ പഠനത്തിലുണ്ട്. സമയം പോകുന്നത് കൊണ്ടാണ്. ലൂസിഡ് സോളിഡ് വൈബ്രേഷൻസ് സൗണ്ട്സ് അപ്പാർട്ട് ഫ്രം ദ ഫിസിക്കൽ ബോഡി. നീണ്ടുപോകുന്ന ഒരുപാട് പാസേജുകൾ. ഉറച്ച വ്യക്തമായ ബോധ്യമുള്ള വൈബ്രേഷൻസ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം പറയാം. വളരെ ജാജ്വല്യമാനമായ അനുഭവങ്ങൾ, സൗണ്ട്സ്, ശബ്ദങ്ങൾ അപ്പാർട്ട് ഫ്രം ദി ഫിസിക്കൽ ബോഡി, ഈ മരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ വെളിയിൽ നിന്നും. എന്നിട്ട് അന്ധന്മാര് പറയുന്നു നിറം കണ്ടു, ആകൃതി കണ്ടു, പലതും കണ്ടു, വിചിത്രമായ വാദങ്ങൾ. പക്ഷെ ഒറ്റ കാര്യം ആലോചിച്ച് നോക്ക്, മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഖുർആനിൽ ഒരു ആയത്തേ ഉള്ളൂ. മരണത്തെ കുറിച്ച് ഒരുപാട് ആയത്തും. എല്ലാവരും മരിക്കും. അവധിയെത്തിയാൽ ആർക്കും ബന്ധിപ്പിച്ചു കൊടുക്കില്ല. പിന്നെയോ ഒരുപാട് ആയത്തുണ്ടല്ലോ, ഇന്നക മയ്യത്തുൻ ഇന്നഹും മയ്യത്തൂൻ, നിങ്ങളും മയ്യത്താണ് അവരും മയ്യത്താണ്, ഒരുപാട് ആയത്തുകൾ. പക്ഷെ മരിക്കുന്ന മനുഷ്യൻ എന്താണ് അനുഭവിക്കുക എന്ന് ഖുർആൻ ഇത്രേ പറഞ്ഞുള്ളൂ. മരിക്കുന്ന മനുഷ്യന്റെ കാഴ്ചാനെ പറ്റി തനാട്ടോളജി എടുത്തു പറയുന്ന കാര്യം മരിക്കുന്ന മനുഷ്യൻ കാണുന്ന കാര്യങ്ങളാണ്. ഈ ഭൗതിക ലോകത്തെ വെച്ച് അഭൗതിക ലോകത്തെ എന്ന് പലരും പറയുന്ന അവസ്ഥകൾ കാണും. ഖുർആൻ പറഞ്ഞു, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്. അല്ലാഹ് എന്താ പറഞ്ഞത്? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ പറയുന്നതിന് ഇത്രകാലം നീ കേട്ടപ്പോൾ, നീ വായിച്ചപ്പോൾ, ഈ മരണത്തിന്റെ കഥകൾ നിന്റെ മുമ്പിൽ പറയപ്പെട്ടപ്പോൾ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, വലിയ അശ്രദ്ധയിലായിരുന്നുവല്ലോ മോനെ നീ, മോളെ നീ. പക്ഷെ മരിക്കുന്ന നേരം ഫകശഫ്നാ അൻക ഗിതാഅക, ഈ ഭൗതികത എന്ന് പറയുന്ന കാര്യകാരണബന്ധം എന്ന് പറയുന്ന ഈ തടസ്സത്തെ നമ്മളങ്ങ് ഉയർത്തിയപ്പോൾ ഫബസറുകൽ യൗമ ഹദീദ്, നിന്റെ കണ്ണിനും കാഴ്ചക്കും ഇരുമ്പിന്റെ മൂർച്ചയാണല്ലോ, ഇരുമ്പിന്റെ മൂർച്ചയാണല്ലോ. മരിക്കുന്നയാള് അസ്രായേലിനെ കാണുന്നു, മരിക്കുന്നയാള് അസ്രായേലിന്റെ സംഘത്തെ കാണുന്നു, മരിക്കുന്നയാള് സ്വർഗം കാണുന്നു, അതിന്റെ മറുപുറത്ത് മരിക്കുന്നയാള് നരകം കാണുന്നു, സബാനിയാക്കളായ മലക്കുകളെ കാണുന്നു. മരിക്കുന്നയാള് കാണുന്നത് ചുറ്റിലുമുള്ള ആള് കാണുന്നുമില്ല. ഈ മരിക്കുന്നയാളോടാണ് ഈ പ്രഖ്യാപനം. ഈ മരിക്കുന്ന ആളാണ് ഈ ആയത്തിന്റെ അഭിസംബോധിതൻ. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്. മരിക്കുന്ന നേരം ആര് വരും അല്ലേ നമ്മുടെ വിശ്വാസം. എല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. സുന്നത്ത് ജമാഅത്ത് സയൻസ് കൊണ്ട് തെളിയിക്കുകയൊന്നുമല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ ബുദ്ധിയുള്ളവരെല്ലാം ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടോ മൂന്നോ മാസം എന്ന് പറഞ്ഞത് ശരിയാവണമെന്നില്ല. മുസ്തഫൽ ഫൈസി ഉസ്താദിന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവയവദാനം ഇസ്ലാമിൽ. ഞാൻ പറയുന്നതൊക്കെ വളരെ 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 വ്യക്തമായ ബോധ്യമുള്ള, പ്രസംഗത്തിന് വേണ്ടി രണ്ടു വാക്ക് ഇവിടെ പറയേണ്ട, പള്ളി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാനിത് പറയുന്നത് എന്റെ ഒരു പ്രശ്നമല്ല, നിങ്ങൾ ഇതിന്റെ ഒരു ഗൗരവം ചിന്തിക്കാനാണ്. മുസ്തഫൽ ഫൈസിന്റെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലുള്ള മുസ്ലിം ഡോക്ടർമാരൊക്കെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട, മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉസ്താദന്മാരുടെ ഒരു ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ അവരവിടെ അവതരിപ്പിച്ച വിഷയം, മിംസിലെ വളരെ നല്ല നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽ വിശ്വാസമുള്ള ഡോക്ടേഴ്സാണ്. അപ്പൊ അവര് പറഞ്ഞു, ഒരുപാട് ആളുകൾ വൃക്ക സ്വീകരിക്കാനും കണ്ണു സ്വീകരിക്കാനും ഹാർട്ട് സ്വീകരിക്കാനും മിംസിൽ തന്നെ ക്യൂവിലാണ്. പക്ഷെ അവിടെ ഇത് പുറത്തു പറയാൻ പറ്റിയ സംഗതിയല്ല. അവിടെ സ്വീകരിക്കാൻ വരുന്നവരിൽ നമ്മളുടെ വിഭാഗമുണ്ട്, പക്ഷെ കൊടുക്കാൻ നമ്മുടെ വിഭാഗം ഇല്ല എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഫിഖഹിൽ എന്തെങ്കിലും പഴുതുണ്ടോ ഈ ചർച്ചയാണ്. ആ ചർച്ച ഞാൻ അവിടെ നടത്തുന്നില്ല. മുസ്തഫൽ ഫൈസി ഉസ്താദിന്റെ പുസ്തകമുണ്ട്, ബഹുമാനപ്പെട്ട സമസ്തകളെ മേത്തുള്ളമൊക്കെ അതിൽ അഭിപ്രായം പറയേണ്ടതുമാണ്. അതിന്റെ മസ്അലയല്ല ഇവിടെ ചർച്ച. അതേസമയം അന്ന് ഡോക്ടർമാർ, അതിനുശേഷം കോഴിക്കോട് കേശവമേനോൻ ഹാളിൽ ആ പുസ്തക പ്രകാശനത്തിന് അതിൽപ്പെട്ട 2-3 ഡോക്ടേഴ്സ് സംബന്ധിച്ചിരുന്നു. ഒരു ഡോക്ടർ ആ വിഷയം അവതരിപ്പിച്ചു. എന്താ ആ വിഷയം എന്ന് വെച്ചാൽ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആദ്യം മരിക്കുമ്പോ, ഇതെല്ലാം ചിലപ്പോ നിമിഷങ്ങൾക്കുള്ളിലൊക്കെ സംഭവിക്കും. സാധാരണ മരണമാണെങ്കിൽ ആദ്യം ബ്രെയിൻ മരിച്ചിട്ടാണ് ഹാർട്ട് മരിക്കുക, ബോധം പോയിട്ടാണ് ശ്വാസം നിലക്കുക. അതും റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട് കേട്ടോ. സമയം പോകുന്നത് കൊണ്ടാണ്. റൂഹിനെ പിടിക്കാൻ ആരംഭിക്കുക കാലിന്റെ അപ്പം വരലിൽ നിന്നാണ് റസൂലുള്ള പറയുന്നതാണ്. എന്നിട്ട് കാലിന്റെ റൂഹ് ആദ്യം പിടിക്കും, എന്നിട്ട് അടിപ്പള്ളയിലെത്തും, പിന്നെ നെഞ്ചിൽ തൊണ്ടക്കുഴിയിലെത്തും, ഗൊറഗറത്തിലെത്തും, പിന്നെ ഗൊറഗറത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് നടത്തും. ശ്വാസത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ മലക്ക് ദിമാഗ് തലച്ചോറിലേക്ക് പോകും. തലച്ചോറ് മരിപ്പിച്ചിട്ടാണ് ഹൃദയത്തെ മരിപ്പിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആത്മാവ് റൂഹ് പിരിയുമ്പോ കണ്ണ് പിന്നാലെ കൂടും. അതുകൊണ്ട് മരിച്ച മനുഷ്യന്റെ കണ്ണ് നിങ്ങൾ അടക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ബ്രെയിൻ അങ്ങ് മരിക്കും. ബ്രെയിൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യന്റെ ഓർഗാൻസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമില്ല എന്നാണ് ആ ചർച്ച. ആ ചർച്ച നമ്മുടെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏത് സാധാരണക്കാരനും അറിയുന്ന സംഗതിയാണ്, ശ്വാസം നിലക്കുന്നതിന്റെ മുമ്പ് ബോധം നിലക്കും. ഇനി നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ ആലോചിക്ക്, ബോധം പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റും? ബോധമുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ.
ലക്കിനൂ മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ്? വലിയ ആളായാലും വലിയ പണ്ഡിതനായാലും വലിയ നേതാവായാലും സാധാരണക്കാരനായാലും തെമ്മാടിയായാലും ആരായാലും ലക്കിനോ മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല. രണ്ട് കൂട്ടർക്കാട്ടോ പറയാൻ പറ്റുക. പ്രസംഗിച്ച നേരങ്ങളെയും കാര്യം പറഞ്ഞു പോകാം. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആരുടെ ആളാണോ ആ ആള് വന്നിട്ട് മരിക്കുന്ന നേരം നമ്മളോട് പറഞ്ഞു തരണം, മോനെ മോളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. അതിനാണ് ഈ അൽ ഫാത്തിഹ. വെറുതെ തന്നെ ഉസ്താദിനെ 500 അല്ലെ 250 റുപ്യ കയ്യിൽ വാങ്ങാനല്ല. ആ തെറ്റിദ്ധാരണ വേണ്ട. ഒരാൾ വന്ന് പറഞ്ഞു തരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ഷെയ്ഖ് വരും, നേതാക്കൾ വരും, മഹാത്മാക്കൾ വരും, ഭാഗ്യവാന്മാർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലും വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല മനുഷ്യന്മാർ വരും. ആരാ പറയുന്നത്? 4% മാത്രം ജീവനുള്ളവരും 96% നേരത്തെ മരണപ്പെട്ടു പോയവരും. പിന്നെ ഒരു ചാൻസ് ഉണ്ട്. അവൻ ചാൻസ് തന്നെയാണ്. നിരന്തരം ജീവിതത്തിൽ എന്താണ് ഒരാൾ പറയുന്നത് അതും പറഞ്ഞുകൊണ്ടാണ് മരിക്കുവാന്നുണ്ട്. നമ്മളിപ്പോ ഓടുന്ന ഓട്ടത്തിനിടയിൽ നമ്മുടെ കാറിന്റെ ചില്ലും അല്ലെ സ്കൂട്ടീന്റെ ചില്ലും വേറൊരു വണ്ടീന്റെ ഇതും കൂട്ടിമുട്ടിയാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ചില ഒച്ചകളില്ലേ, ശബ്ദങ്ങൾ. ഇനി അത് വേണ്ട, നമ്മളെ അടക്ക വെറുക്കാൻ, തേങ്ങ വെറുക്കാൻ പറമ്പിൽ ഇറങ്ങി അവിചാരിതമായി നമ്മുടെ കാലിന്റെ അടിയിലേക്ക് ഒരു കല്ല് അല്ലെ ഒരു കുപ്പിച്ചുകൾ കയറി നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഒച്ചയില്ല. എന്തൊക്കെ ഉണ്ടാക്കുക? നടക്കുമ്പോ നമ്മുടെ കാല് കല്ലുമ്മ കുത്തിയാൽ പലതും വരും. ചിലപ്പോ പൊളിച്ചതും വരും, പല തെറികളും വരും. എന്താ വരുന്നത്? നമ്മൾ ആദ്യം കരുതിയിട്ടുണ്ടോ പറമ്പ് പോയിട്ട് കാലിന്റെ അടിയിലേക്ക് ഈ കുപ്പിച്ചുകൾ കയറിയാൽ നീ ഉമ്മോന്നും പന്നീന്നും പഹയാന്നും മറ്റേ ദേശം പറയരുത്, യാ അല്ലാഹ് അല്ലാഹ് പടച്ചോനെ എന്നെ പറയണമെന്ന് നമ്മൾ ബോധപൂർവ്വം നീയത്ത് വെച്ചിട്ടാണോ പറമ്പിൽ ഇറങ്ങിയത്? അല്ല, മറിച്ച് എന്താ, എപ്പോഴും ഒരാൾ എന്താണോ പറയാറുള്ളത് അത് അബോധേന പറഞ്ഞു പോയതാ. കാരണം അയാളെ നാവിൽ എപ്പോഴും വരുന്ന സാധനം അല്ലാഹ് 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 അല്ലാഹു 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 ഹു യാ മൻ ഹു ഒക്കെയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ അപകടം കാറും കുട്ടിമുട്ടലല്ല, സ്കൂട്ടിയും മോട്ടോർഷയും തട്ടലല്ല. ഏറ്റവും വലിയ അപകടം അവിചാരിതമായി അസ്റാഈലിനെ കണ്ടുമുട്ടലാണ്. അതാണ് നമ്മൾ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അല്ലെ. ഇടത്തെ ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ പറഞ്ഞ സമയം എത്രയായി അറിയില്ലേ? അല്ലാഹുമ്മ 10 മണിയായി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തങ്ങളുണ്ട്, ഉസ്താദുണ്ട്, ഇനി എത്ര മിനിറ്റ് ഭാരവാഹിയുണ്ട് അല്ല, എനിക്ക് പ്രശ്നമല്ല ഇവർ എത്ര മണിക്കാണ് വന്നിരിക്കുന്ന അറിയില്ല. ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി ഞാൻ ഇവിടെ പറയുന്നതിന്റെ പേരിൽ ആരും പ്രയാസപ്പെട്ടിരിക്കരുത്. ഈ മുമ്പൊന്ന് എഴുന്നേറ്റ് പോയാൽ ഒരു മോശമില്ല, അള്ളാഹു ആണ്, എനിക്കൊരു മോശമില്ല. പറയുന്നത് ഒരാളാണെങ്കിലും അത് കബൂലാക്കിയാൽ അങ്ങനെ കാണുന്നുള്ളൂ, അതൊരു വിഷയമല്ല. അപ്പൊ കുറച്ചുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തേ പറഞ്ഞത്? യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ. എങ്ങനെ ജീവിച്ച അതേപോലെ മരിച്ചു പോകുന്നു. അപ്പൊ എപ്പോഴും ഇത് പറയുന്ന ഒരാൾ, ഞാൻ എന്തോ പറഞ്ഞപ്പോ അങ്ങോട്ടേക്ക് പോയതാണ്, മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. പക്ഷെ അസ്റാഈലിനെ കാണാൻ ചെയ്യും. നമ്മൾ കരുതും ഇത് പകല് കപ്പ തന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു ഗ്യാസ് ഇങ്ങനെ വരുന്നതാണ്, ഇതൊക്കെ കൂടി ഇങ്ങനെ പാഞ്ഞു കയറാണ് ഇടത്തെ ഭാഗത്തെ കൂടി. അപ്പൊ ഒന്ന് ഇങ്ങോട്ടേക്കായി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ കഴിയില്ല. നെറ്റിയിൽ വേർപ്പ്, കണ്ണിൽ ഇരുട്ട്, തൊള്ളയിൽ വരളൽ. അയാൾ അടുക്കളയിലേക്ക് ചൂണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ കസേരയിൽ മയ്യത്താണ്. ആ നേരം, അതാണ് ഏറ്റവും വലിയ അപകടകരമായ നേരം. ആ നേരം കല്ലിൽ കാല് വെച്ച് കുത്തിയപ്പോ അല്ലാഹ് എന്ന് പറഞ്ഞു പോയതുപോലെ പറഞ്ഞു പോകണം, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു സാധ്യതയാണ്. ചിലപ്പോ അങ്ങനെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് മാത്രമാണ് സാധ്യത. ഉറപ്പല്ലേ? നമ്മുടെ വീട്ടിന്റെ കോലായിൽ ചെറിയ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഓരോട് ആരും പറഞ്ഞിട്ടില്ല. ഒരു അപരിചിതം വരുമ്പോ എന്താ പറയണ്ടേ? ഇപ്പൊ പള്ളിന്റെ സെക്രട്ടറി അല്ലെ, പള്ളിയിൽ ഉസ്താദ് അല്ലെ, ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് ആ വീട്ടിലേക്ക് പോകുമ്പോ ഈ 2.5 വയസ്സുള്ള കുട്ടി ഒന്നിങ്ങനെ നോക്കും, ഇയാളെ കണ്ടിട്ടില്ലല്ലോ, ഓർമ്മയിലൊന്നും കിട്ടുന്നില്ലല്ലോ, ഇങ്ങോട്ട് തന്നെയാണല്ലോ. അപ്പൊ ഒന്ന് സ്റ്റെപ്പ് ബേക്കോട്ടേക്ക് വന്നിട്ട് അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടാണ്. ഉമ്മാ! ഈ കുട്ടീനോട് ആരാ പറഞ്ഞു കൊടുത്തത്? അപരിചിതൻ കോലായിൽ വരുമ്പോ അടുക്കളയിലേക്ക് ഉമ്മ എന്ന് വിളിച്ചോടണം എന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചുകൊണ്ടിട്ട് കാര്യമില്ല. പക്ഷെ ഈ കുട്ടി എപ്പോഴും മിണ്ടുന്നത് ഉമ്മാ ഉമ്മ, ഉമ്മച്ചി ചായ, ഉമ്മച്ചി ചോറ്, ഉമ്മച്ചി അത്, ഉമ്മച്ചി 2, ഉമ്മച്ചി 1 എന്നാണ്. അപ്പോ ഒരു അപകടം വന്നപ്പോ ഉമ്മ. എപ്പോഴും അല്ലാഹ് എന്ന് വിളിച്ചാൽ ഒടുവിലും അല്ലാഹ് എന്ന് വിളിക്കാം. അതിനും ശാസ്ത്രീയതയുണ്ട്. പറയുമ്പോ പറയാലോ, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയും. 2 ഇംഗ്ലീഷ് വന്നാലേ ചിലർക്ക് സമാധാനാവും. നമ്മളാരും ഈ വിശ്വാസത്തിൽ അതൃപ്തിയുള്ളവരല്ല. പക്ഷെ ഇതൊക്കെ ആധുനിക ലോകം അംഗീകരിക്കുന്ന ടേംസ് ആൻഡ് ടെർമിനോളജി മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ഈ അനവസരം ഉപയോഗപ്പെടുത്തിയതാണ്. രണ്ടാമത്തെ സാധ്യത, ഇയാൾ വന്ന് പറഞ്ഞു തരണം,
ഈ ശൈഖ് വന്ന് പറഞ്ഞു തരണം, ലക്കിനു മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നിയത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ അകത്തുള്ളത്. ഇപ്പൊ റിസാലത്ത് ശരിയാണ്, തൗഹീദ് ശരിയാണ്, സുന്നത്ത് ജമാഅത്ത് ശരിയാണ്, ഇസ്ലാം ശരിയാണ്. പിന്നെ നമുക്കുള്ള ഒറ്റൊരു സംശയം എന്താ, പഴയകാലത്തുള്ള ഈ തത്വം പിടിച്ചിട്ട് എങ്ങനെ ഇപ്പൊ ജീവിക്കുവാൻ? ചിലപ്പോൾ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, നമ്മുടെ കാര്യം നമുക്ക് തന്നെ തീരുമാനിച്ചാൽ പോരെ. ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നൊക്കെ ആണെങ്കിൽ ഞാനത് വിശദീകരിച്ച് പറയാം. പക്ഷെ ഇസ്ലാമിന്റെ ഒരൊറ്റ അതിലൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ അതിന്റെ അസന്നിഗ്ധമായ ഒരു നിലപാട് എന്ന് പറയുന്നത്, നമ്മൾ ആരും ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള ഒരു മനുഷ്യനും മാറുന്നില്ല. മാറുന്നുണ്ടെങ്കിലല്ലേ പുതിയ ഒരു ഖുർആന്റെയും പുതിയ ഒരു നിയമത്തിന്റെയും പുതിയ ഒരു ശരീഅത്തിന്റെയും എല്ലാം ആവശ്യം. മനുഷ്യൻ മാറുന്നില്ല. ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് എങ്ങനെയാണോ, റസൂലുള്ളാഹിന്റെ കാലത്ത് എങ്ങനെയാണോ, അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളൊക്കെ എന്നുള്ളത്. നിങ്ങൾക്ക് അതിൽ അഭിപ്രായം തെറ്റുണ്ടെങ്കിൽ ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മളെ കരയിപ്പിക്കുന്ന ഒരു കാര്യം ആദം നബീന്റെ മുമ്പിൽ ഇട്ടിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹിന്റെ കാലത്ത് അത് കാണിച്ചിരുന്നെങ്കിൽ അവരും കരയായിരുന്നു. അവരെ ചിരിപ്പിച്ച കാര്യം നമ്മളെയും ചിരിപ്പിക്കും. അവരുടെ ആവശ്യങ്ങൾ തന്നെയാണ് നമ്മുടെയും ആവശ്യം. റസൂലുള്ളാഹിക്കില്ലാത്ത, സഹാബികൾക്കില്ലാത്ത ആവശ്യം ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യം പറയുന്നത് ഉറക്കമാണ്, രണ്ടാമത്തെ ആവശ്യം പറയുന്നത് മൂത്രമൊഴിക്കലാണ്, മൂന്നാമത്തെ ആവശ്യം പറയുന്നത് വെള്ളം കുടിക്കലാണ്, നാലാമത്തെ ആവശ്യം പറയുന്നത് കാഷ്ടിക്കലാണ്, അഞ്ചാമത്തെ ആവശ്യം പറയുന്നത് ഭക്ഷണം കഴിക്കലാണ്, ആറാമത്തെ ആവശ്യം പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും വസ്ത്രമാണ്, മധ്യപ്രായത്തിലുള്ളവർക്ക് ലൈംഗികതയാണ്. അപ്പൊ 7, 6 അങ്ങനെ പോയി. എട്ടാമത്തെ ആവശ്യം പാർപ്പിടമാണ്, ഒരു മരത്തിന്റെ പൊത്തോ ഒരു പാറയുടെ പൊത്തോ, ഏറ്റവും ചുരുങ്ങിയത് കിടന്നിറങ്ങാൻ ഒരു കൂര, ഒരു ഇടം. ഒൻപതാമത്തെ ആവശ്യം വിനോദമാണ്. വിനോദം 4 വിധം വരും: കല, കായികം, സംഗീതം, ലഹരി. ഈ 12 അല്ലാത്ത 13ാമത്തെ ഒരു ആവശ്യം ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഭൂമിയിലുണ്ടായാലും 13ാമത്തെ ഒരു ആവശ്യം ഉണ്ടാകൂല. ഈ 12 ആവശ്യങ്ങളും എങ്ങനെ നിർവഹിക്കണം, നിർവഹിക്കരുത് എന്ന് അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരണമാക്കി കൊടുത്ത ഖുർആനിലുണ്ട് താനും. ഞാൻ ഇതിനേക്കാളും ഈ വിഷയം ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും കുറെ ആളുകൾ ഇവിടെ വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരവസരമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൽ ഖൈറുണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ നമുക്ക് ഇനിയും സമയം ഇവിടെ ഇരിക്കാമെന്നും പറയാമെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ സഹോദരിമാർക്കെങ്കിലും പ്രയാസം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായതോ ഉണ്ടെങ്കിൽ ഞാനിത് മറുപടി പറയുന്ന ഒരാളല്ല. നമുക്കതേക്കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ പറയാം. ഉസ്താദുമാരൊക്കെ ഉണ്ട്, അതിനുള്ള ഒരു അവസരമുണ്ട്. നേരത്തെ ഇവിടെ ഉസ്താദോ അതേപോലെ ആരോ പറഞ്ഞല്ലോ, അതുകൊണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് നമ്മളെ സംശയം ഉണ്ടാക്കാൻ പറഞ്ഞതല്ലല്ലോ. നിങ്ങൾക്ക് സംശയമില്ല. അള്ളാഹു വളരെ ഹൈറായ നിലയിൽ അള്ളാഹു ഇതിനെ സമാപിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, സംസാരിക്കാം. ഏതായാലും ഇതിനൊക്കെ ഇത്ര ഉദ്ദേശമേ ഉള്ളൂ. നമ്മളുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം അതൊരു ചെറിയ കളിയല്ല. അതാണ് ഏറ്റവും ഗൗരവമുള്ളത്. അതിനൊക്കെ വലിയ സത്യമുണ്ട്. അത് ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട, നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട, മരണാനന്തരവുമായി ബന്ധപ്പെട്ട അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ മൂലധനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര വലിയ നിർഭാഗ്യമായിരിക്കും, എത്ര വലിയ നിർഭാഗ്യമായിരിക്കും. ഈ ഭാഗ്യം, ഈ ഹിദായത്ത് എന്ന് പറയുന്ന ഈ ഭാഗ്യം, നേരത്തെ ഇവിടെ ആമുഖത്തിൽ ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും മോനും മോളുമായി എന്നുള്ള പേരിൽ മാത്രം ഇങ്ങനെ പോകുന്നതിന് പകരം ഈ വിഷയങ്ങൾ അറിഞ്ഞ്, അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് അറിഞ്ഞ് നമ്മൾ ഇതിന്റെ കൂടെയാവുകയാണെങ്കിൽ അള്ളാഹു ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും നമുക്ക് നൽകുന്നത്. ആ അറിവ്, അതുമായി ബന്ധപ്പെട്ട ആളുകളോടുള്ള സഹവാസം കൊണ്ട് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ നല്ലൊരു സദസ്സായത് കൊണ്ട് ഉസ്താദ് ദുആ ചെയ്യും. എന്റെ ഉപ്പ മരണപ്പെട്ട ഏകദേശം ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ ഒരു ഫാത്തിഹ, ഞാൻ ഇവിടെ വന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സദവസാനം ദുആ ചെയ്യും. എനിക്ക് വേണ്ടി നിങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട നിങ്ങൾക്ക് വേണ്ടവരെ ഓർക്കുന്നതിന്റെ കൂടെ എന്റെ ഉപ്പയെ കൂടി ഓർത്തുകൊണ്ട് ഒരു ഫാത്തിഹ നിങ്ങൾ എനിക്ക് വേണ്ടി ഓതിത്തരണം. എന്റെ ഉപ്പാക്ക് വേണ്ടിയും അവർക്കൊക്കെ വേണ്ടിയും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഉസ്താദ് ദുആ ചെയ്യും.
എല്ലാവരുടെയും അള്ളാഹു ഈ ഓതിയതിന്റെയും നമ്മൾ പറഞ്ഞതിന്റെയും ഒക്കെ മെതിലെ സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതായത് അള്ളാഹു എല്ലാ കാര്യവും ആദ്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അതിലിപ്പോ അധികം ആലോചിക്കാനൊന്നുമില്ല. അള്ളാഹു എല്ലാ കാര്യവും തീരുമാനിച്ച അറിഞ്ഞ കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ അറിവിൽ ചെയ്യാതിരിക്കുമെന്നുള്ളതാണ്, ചെയ്താൽ ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ചെയ്യലും ചെയ്യാതിരിക്കലും. അപ്പൊ നമുക്ക് ചെയ്താൽ പോരെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇനി അതിന്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ഈ ചോദ്യം നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ചോദിക്കുമ്പോഴുള്ളത് വിഷയം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് എവിടെയാണ് അതിന്റെ സംശയം കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ നല്ല പറയാം. നിങ്ങൾക്കത് ഈ വിഷയത്തിൽ ഡൗട്ടുള്ളവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ എന്നൊരു വാക്ക് നമ്മൾ അവിടെ പറയാറുണ്ട്. ആ വാക്ക് അവിടെ ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് നേരത്തെ, വൈകിട്ട്, ഇപ്പം, ഇന്നലെ, നാളെ അതൊന്നും അള്ളാഹ്ക്കില്ല. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഗസാലി ഇമാം കൊണ്ടുവരുന്ന ഒരു ഉദാഹരണമാണ്. ഒരു വീട്, ഈ പള്ളി ഒരു വീടാണെന്ന് സങ്കല്പിക്കൂ. ഈ വീടിന് 3 അറ. ഒന്നാമത്തെ അറ ഭൂതകാലമാണ്, കഴിഞ്ഞു പോയ കാലമാണ്. രണ്ടാമത്തെ മുറി വർത്തമാന കാലമാണ്. മൂന്നാമത്തെ മുറി ഭാവി കാലമാണ്. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ മുറിയിൽ ആരൊക്കെ ഉണ്ടാകും? മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ അമ്പിയാക്കലുണ്ട്, ഔലിയാക്കലുണ്ട്, നേതാക്കളുണ്ട്, ഒക്കെ ചരിത്രത്തിൽ ഒക്കെയുള്ള ഭൂതകാലക്കാരൊക്കെ ആ മുറി. ഈ നടുവിലെ മുറിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുറെ നമ്മളൊക്കെ നടുവിലെ മുറിയിൽ. ഇനി അതിന്റെ അപ്പുറത്തെ ഭാവി കാലത്തെ മുറിയിൽ ഇനി വരാൻ പോകുന്ന 2100 ആൾക്കാർ, 2200 ആൾക്കാർ, ഇനി ലോകം ഉണ്ടെങ്കിൽ 3000 ആൾക്കാരൊക്കെ ആ മുറിയിലുണ്ട്. ഇവിടെ എന്താ വിഷയം? നടുവിലുള്ള നമ്മൾക്ക് കഴിഞ്ഞ കാലവും കാണാൻ പറ്റുന്നില്ല, നടുവിലുള്ള നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന കാലവും കാണുന്നില്ല. അതേസമയം ഈ 3 കാലവും കാണുന്ന രൂപത്തിൽ ഒരാൾ ഇതിന്റെ മുകളിൽ ഉണ്ടെങ്കിലോ? ഇതാണ് ഗസാലി ഇമാം കൊണ്ടുവരുന്ന ഉദാഹരണം. ഇതിന്റെ മുകളിൽ, ഈ വീടിന്റെ മുകളിൽ ഒരാൾ 3 മുറിയും ഒന്നിച്ച് കാണുന്ന ഒരാളുണ്ട്. ഒരാൾ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ. അവിടെ ഇരുന്നാൽ ആ ആൾക്ക് ഒരേ സമയം ആ ഭൂതകാലവും കഴിഞ്ഞുപോയ കാലവും കാണാം, ഇവിടെയുള്ള ഈ വർത്തമാന കാലവും കാണാം, അവിടെയുള്ള ഭാവി കാലവും കാണാം. കാരണം അയാൾ ഇതിന്റെ 3ന്റെയും, ഈ 3 ഭൗതികമായ പരിമിതിയുടെയും വെളിയിലാണ്, അപ്പുറത്താണ് അയാൾക്കുള്ളത്. അപ്പൊ ആ ആളെ സംബന്ധിച്ച് ആ ആളെ കുറിച്ച് എന്ത് പറയാം? ആ ആൾ ഭൂതകാലവും കാണുന്നില്ല, വർത്തമാന കാലവും കാണുന്നില്ല, ആ ആൾ ഭാവി കാലവും കാണുന്നില്ല. ആ ആൾ, നിങ്ങൾ തന്നെ പറയൂ, ആ ആൾ കാണുന്നേ ഉള്ളൂ. ആ ആൾക്ക് എന്ത് ബാധകമല്ല? കാലം ബാധകമാവുന്നില്ല. അപ്പൊ നോക്ക്, നമ്മൾ അടുത്ത നിമിഷം എന്താണ് ചെയ്യുക എന്ന് നേരത്തെ അള്ളാഹു തീരുമാനിച്ചില്ലേ എന്നുള്ള ചോദ്യം ശരിയല്ല. ഇസ്ലാമിന്റെ അക്കീദ പ്രകാരം അള്ളാഹു നേരത്തെ തീരുമാനിച്ചു എന്നതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് ഭൂതകാലം ബാധകമാണ്, എന്നിട്ട് അള്ളാഹു ഇപ്പോഴേ തീരുമാനിക്കുന്നതാണ് ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അതൊക്കെ ഭൗതിക ലോകത്ത്, ഭൂമിയിൽ താമസിക്കുന്നതിലെ ഭൗതിക പരിധിയിൽ താമസിക്കുന്ന വസ്തുക്കൾക്കും മനുഷ്യർക്കുമുള്ള പരിമിതികളാണ് അന്നത്തെ കാലം, ഇന്നത്തെ കാലം, വരുന്ന കാലം എന്നുള്ളത്. ഇത് 3ഉം ഒന്നിച്ച് കാണാൻ അള്ളാഹുവിന് പറ്റും. അള്ളാഹുവിന് കാലമില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം കൂടി പറയാം ഇത് മനസ്സിലാവാൻ. സാധാരണ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഒരു ട്രെയിൻ, അതേതായാലും ഒരു മുത്താലിമ ചോദിച്ചതാണല്ലോ, പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഒരു ട്രെയിൻ എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുകയാണ്. ഒരു ട്രെയിൻ, ഒരു പേര്, ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ പേര് പറഞ്ഞ് സഹായിക്കും. നല്ല ഒരു ട്രെയിനിന്റെ പേര് ഒരാൾ പറയരുതോ? എന്ത്? ഒരാൾ ആദ്യം പറഞ്ഞിക്കാതെ കൊടുക്കണം. ഏറനാട് എക്സ്പ്രസ്. അപ്പൊ പോയി, എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയി. ആ ട്രെയിൻ ഇപ്പൊ കോഴിക്കോട് നിൽക്കുന്നുണ്ടെന്ന് കൂട്ടിക്കാം. ഈ ഏറനാട് എക്സ്പ്രസിനെ പറ്റി എറണാകുളക്കാരെന്താ പറയാ? ഏറനാട് എക്സ്പ്രസ് പുറപ്പെട്ടു എന്നാ പറയാ, അല്ലെ? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ എന്ന് പറയും. തീവണ്ടി സ്റ്റേഷൻ വിട്ടു പോയി എന്നാ പറയാ. കോഴിക്കോട്ടുകാരിപ്പോ എന്താ പറയാ? കോഴിക്കോട് സ്റ്റേഷനിൽ ഇങ്ങനെ നീണ്ടു പറഞ്ഞ് കിടക്കുന്നുണ്ട് ആ സാധനം. കോഴിക്കോട്ടുകാർ ആ ട്രെയിനെ കുറിച്ച്, അതേ ട്രെയിനെ കുറിച്ച് എന്താ പറയാ? ട്രെയിൻ ഇവിടെ എത്തി എന്നാ പറയാ, അല്ലെ? കണ്ണൂർക്കാർ അല്ലെ വടകരക്കാർ എന്താ പറയാ? കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ ട്രെയിൻ എത്തും എന്നാണ് പറയാ. ഈ 3 കാലങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഈ ട്രെയിൻ എന്തെന്നെയാണ്? ഒറ്റ ട്രെയിനാണ്. എറണാകുളക്കാർക്ക് പോയ ട്രെയിനാണ്, കോഴിക്കോട്ടുകാർക്ക് എത്തിയ ട്രെയിനാണ്, കണ്ണൂർക്കാർക്ക് ഇനി എത്താൻ പോകുന്ന ഭാവി കാലത്തുള്ള ട്രെയിനാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മുടെ ഈ ഒരു UAE ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരു ചങ്ങായി ഉണ്ടായില്ലോ, എന്ത് ഇമാറാത്തി, സുൽത്താൻ അൽ ഇയാദി, അല്ലെ? ഈ സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്ത് പോയി 6 മാസം താമസിച്ച ചങ്ങാതി. ഇനി അയാൾ ഈ ഏറനാട് എക്സ്പ്രസ് കാണുകയാണെന്നിരിക്കട്ടെ, അതിനുള്ള ഉപകരണങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോ ഭൂമി സൂം ചെയ്ത് നമ്മുടെ കേരളം എടുത്ത് ഈ പറയുന്ന എറണാകുളം ടു കണ്ണൂർ കോസ്റ്റൽ റെയിൽപാളം സൂം ചെയ്ത്
ആ ആൾ ഈ ട്രെയിൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നതാണ്. ഏത് ട്രെയിൻ? ഈ ഏറനാട് എക്സ്പ്രസ്. ഏത് ഏറനാട് എക്സ്പ്രസ്? എറണാകുളക്കാർക്ക് പോയ, കോഴിക്കോട്ടുകാർക്ക് എത്തിയ, കണ്ണൂർക്കാർക്ക് വരാനുള്ള, അതായത് ഭൂതകാലവുമായും വർത്തമാനകാലവുമായും ഭാവി കാലവുമായി ബന്ധപ്പെട്ട ഈ ഏറനാട് എക്സ്പ്രസ് ഈ സുൽത്താൻ അൽ നയാദിക്ക് പോയ ട്രെയിനുമല്ല, എത്തിയ ട്രെയിനുമല്ല, എത്താൻ പോകുന്ന ട്രെയിനുമല്ല, ഒരു തീവണ്ടി മാത്രമാണ്. കാരണം ആ ആൾക്ക് ഇപ്പം എന്ത് ബാധകമല്ല, കാലം ബാധകമല്ല. കാരണം അയാൾ അറ്റ് ദി പ്രസന്റ് ഒറ്റ ഇരിപ്പിൽ എറണാകുളവും കാണുന്നുണ്ട്, കോഴിക്കോടും കാണുന്നുണ്ട്, കണ്ണൂരും കാണുന്നുണ്ട്. ഈ ആൾക്ക് ഈ 3 കാലത്തിന്റെ പരിമിതി ബാധകമല്ല. ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ അള്ളാന്റെ സൃഷ്ടിയാണ് സമയം, സൃഷ്ടിയാണ് സ്ഥലം. ഈ സമയവുമായി ബന്ധപ്പെട്ട ചില അർത്ഥങ്ങളാണ് നേരത്തെ, ഇപ്പോൾ, ഇനി ഭാവിയിൽ. ഇതൊന്നും ആർക്ക് ബാധകമല്ല? അള്ളാഹ്ക്ക് ബാധകമല്ല. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് അള്ളാഹുവിനെ അറിയാം എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. നേരത്തെ എന്ന വാക്ക് ഇവിടെ സംശയം ഉണ്ടാക്കാൻ വേണ്ടി, ഈ വിഷയത്തിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം അവർ തിരികെ കയറ്റുന്നതാണ്. നമ്മുടെ അഖീദ അതല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം എന്റെ വിശദീകരണം പറഞ്ഞാണ്. നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഇത് അനുഭവമാണ്. എന്ത്? ഇപ്പൊ ഞാൻ ഈ കണ്ണട, നിങ്ങളെല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആവല്ല, ഞാൻ ഈ കണ്ണട ഇപ്പൊ ഇവിടെ വെക്കുകയോ ഇല്ലേ? ഞാൻ ഈ കണ്ണട ഇവിടെ വെച്ചു. അപ്പൊ ഇവിടെ വെച്ചതിന് ശേഷമേ എനിക്കിപ്പോ എന്ത് അറിയുന്നുള്ളൂ? ഞാൻ എന്റെ കണ്ണുമ്മലേക്ക് തന്നെ വെക്കാം. ഞാനിപ്പോ എന്റെ കണ്ണട എന്റെ കണ്ണുമ്മൽ വെക്കോ ഇല്ലേ? ഈ കാര്യത്തിൽ അള്ളാന്റെ തീരുമാനം എന്താണ് എന്ന് ഞാൻ ഇപ്പൊ അറിയുന്നുണ്ടോ? ഞാൻ അറിയുന്നില്ല. ഇനി അള്ളാന്റെ തീരുമാനം ഞാൻ ഇവിടെ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അള്ളാന്റെ തീരുമാനം എന്തായിരുന്നു? കണ്ണട വെക്കും എന്നായിരുന്നു. അപ്പൊ ഇനി ഞാൻ ഇശാഅ നിസ്കരിക്കുമോ നിസ്കരിക്കില്ലേ എന്ന കാര്യത്തിൽ അള്ളാന്റെ തീരുമാനം എന്താണെന്ന് എപ്പോഴേ നമുക്കിനി അറിയാം നിവൃത്തിയുള്ളൂ? നിസ്കരിച്ച് കഴിഞ്ഞാലേ അറിയാൻ നിവൃത്തിയുള്ളൂ. ആ അറിവ് ലഭിക്കുന്നത് വരെ നമുക്ക് എന്തിന്റെ ഓപ്ഷൻ ഉണ്ട്? അനുഭവമാണ്. എന്തിന്റെ ഓപ്ഷൻ ഉണ്ട്? ഇശാ നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനുമുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അമല് ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതും. ഈ വിഷയത്തിൽ അള്ളാന്റെ അറിവ് എന്താണെന്ന് എപ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ? ആ കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷമേ അറിയുന്നുള്ളൂ. ആ കാര്യം നടക്കുന്നത് വരെ നമുക്കുള്ളത് എന്ത് തന്നെയാണ്? സസ്പെൻസ് ആണ്, ഇഖ്തിയാറാണ്, നമ്മുടെ അനുഭവമാണ്. നമുക്കത് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതേ നമ്മൾ നോക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അയിമത്തിന്റെ നിലപാട്. ഇനി അതിൽ ന്യൂനതയുണ്ട് ആർക്കെങ്കിലും തോന്നിയാൽ അത് പരിഹരിക്കാനാണ് ഞാൻ മറ്റേ ഉദാഹരണം പറഞ്ഞത്. ഇനിയും വിശദീകരിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങളത് ഇനിയും മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലായ ആൾക്കാർ എന്തായാലും ഉണ്ടാവും, അവരോടൊന്ന് ലളിതമായി ചോദിച്ചാൽ മതി, അയാൾ എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അല്ല, ആ മോനിക്ക് മനസ്സിലായോ? അതാണ് ഇപ്പൊ നമ്മുടെ ആവശ്യം. അവിടെ പോയി മനസ്സിലായോ? ഇനിയിപ്പോ അല്ല, ചില മുഖം ഇപ്പോഴും ഒരു സംശയം ഉണ്ടല്ലോ. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോ ഇശാ നിസ്കരിക്കോ ഇല്ല എന്നുള്ളത് ഇപ്പം നമുക്കറിയില്ല. അക്കാര്യത്തിൽ അള്ളാന്റെ തീരുമാനം എന്താണെന്ന് എപ്പോ അറിയുള്ളൂ? നിസ്കരിച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. അതുവരെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹ് ഓൾറെഡി തീരുമാനിച്ചല്ലേ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ വെട്ടിത്തുണ്ടോ? ഒരാളെ ചോദിച്ചാ പിന്നെ അങ്ങനെ പോവില്ല. ആയിക്കോട്ടെ, മാഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം. ഇത് നമ്മളെ നാസർ ഭായി തന്നെയാണ്. ഇത് ലൈവാ, റെക്കോർഡിംഗ് ആണ്. അപ്പൊ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കലാമാണല്ലോ. കലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു വിശേഷണമാണ് അല്ലേ? സംസാരം അല്ല, ഒരു വിശേഷണമല്ല. അള്ളാന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊന്നും ഉണ്ടാവില്ല. ഉള്ളത് ഇല്ലാതിരിക്കില്ല, ഉള്ളത് പിന്നീട് പോകില്ല. അങ്ങനല്ലേ? അപ്പൊ ഈ കലാം, സംസാരം എന്ന് പറഞ്ഞത് ഒരാൾ വേറെ ആൾക്ക് കൊടുക്കുന്ന സന്ദേശമല്ല ശരിക്ക്. അപ്പൊ ഇത് അനാദിയാണെങ്കിൽ അപ്പൊ ഈ വേറെ ആൾ പിന്നെ ആരായിരിക്കുന്നത്? അപ്പൊ അള്ളാന്റെ അസലിയായ കലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ധാത്തുമായി ബന്ധപ്പെട്ട അതിന്റെ മാനകളാണ്. ആ മാനയുടെ മേലെ അറിയിക്കുന്ന ദലാലത്താണ് നമ്മൾ ഈ കേൾക്കുന്ന ഖുർആന്റെ ശബ്ദങ്ങൾ, ഖുർആന്റെ ഹുറൂഫുകൾ, ഖുർആന്റെ അൽഫാദുകൾ. ഖുർആന്റെ ഉള്ളിലുള്ള ഈ ഹുറൂഫുകളും പാരായണം ചെയ്യപ്പെടുന്ന ശബ്ദങ്ങളായാലും വായിക്കപ്പെടുന്ന മൽഫൂദായ എഴുത്തുകളാണെങ്കിലും അള്ളാഹുവിന്റെ ധാത്തുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ മേൽ അറിയിക്കുന്ന ദലീലാണ് എന്നാണ്. അപ്പൊ ഇപ്പൊ ഒരാളിപ്പോ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഖുർആൻ കരിഞ്ഞു പോയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾ ഖുർആൻ ഓതുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ അത് നശിച്ചു പോയി എന്നിരിക്കട്ടെ, അതിനെക്കുറിച്ച് അള്ളാന്റെ കലാം കത്തിപ്പോയി എന്ന് പറയാൻ പറ്റൂല. അല്ലെ അള്ളാന്റെ കലാം ഇപ്പൊ ഇല്ലാതെ ഡിലീറ്റ് ആയി പോയി എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? അള്ളാന്റെ കലാം എന്ന് പറയുന്നത് ധാത്തുമായി ബന്ധപ്പെട്ട മാനകളാണ്. ആ മാനാന്റെ മേലെ അറിയിക്കുന്ന അൽഫാദുകളാണ്, പറയപ്പെടുകയോ എഴുതപ്പെടുകയോ ചെയ്യുന്ന അൽഫാദുകളാണ്. നമ്മുടെ മുമ്പിൽ അതിന്റെ മേലെ അറിയിക്കുന്ന ദലീലുകളാണ് എന്ത്? ഈ പറയുന്ന നമ്മൾ അള്ളാന്റെ കലാം എന്ന് പറയുന്ന ഖുർആനൊക്കെ. ഈ വിഷയം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതാണ്. അതായത് നിലവിൽ എന്റെ ചില വീഡിയോ എവിടെയൊക്കെ ആരൊക്കെയാ പറയുന്നത് കൊണ്ടുവരുന്നൊക്കെ കാണാം. അള്ളാന്റെ കലാമായ ഖുർആൻ നമ്മൾ ഈ ഓതുന്ന മുസ്ഹഫ് അള്ളാന്റെ കലാമല്ല. അതേപോലെ ഖുർആനിലുള്ള എഴുത്ത് അള്ളാന്റെ കലാമല്ല. കലാമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് അള്ളാന്റെ കലാമാണ്. പക്ഷെ ആ കലാമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അള്ള എഴുതിയതല്ല, അത് അള്ള പറഞ്ഞ ശബ്ദവുമല്ല. അത് ഇപ്പോ
ഈ എല്ലാവരും അംഗീകരിക്കുന്ന അബ്ദുൽ ബാസിത്തിന്റെ ഖുർആന്റെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഈരടി അള്ളാന്റെ ശബ്ദമല്ല, മറിച്ച് അള്ളാന്റെ ദാത്തുമായി ബന്ധപ്പെട്ട അള്ളാന്റെ ദാത്തിൽ നിലകൊള്ളുന്ന മാനകൾ, ആശയങ്ങളുടെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ആ പറയുന്ന ഒരു സംശയം ഉണ്ടാവുകയില്ല. അതാണ് സുന്നത്തെ ജമാഅത്തിന്റെ അശ്അരിയത്തിന്റെ വിശ്വാസം. അത് സംശയം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കേണ്ട. സംശയം ബാക്കിയാണെങ്കിൽ വേറെ ഉസ്താദന്മാരുണ്ട്, നമുക്ക് പറയാം. പിന്നെ നമ്മൾ സ്വന്തം ശരീരത്തിൽ തന്നെ ഒരു സന്ദേശം പോകുന്നുണ്ട്. ഇപ്പൊ തലച്ചോറ് നമ്മുടെ ശരീരത്തിലേക്ക് സന്ദേശങ്ങൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ അത് സ്വയം പരിപൂർണ്ണയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളുമായി അള്ളാഹുവിനെ താരതമ്യം ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ പറയല്ല. ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ ടൈമിനനുസരിച്ച് ഈ ആന്ത്രോമോർഫിക് ദൈവമാണ് മുസ്ലിങ്ങളുടെ ദൈവം എന്ന് അവർ കളിയാക്കാറുണ്ട്. ഒരു മനുഷ്യനെ പോലെ അള്ളാഹിനെ സങ്കല്പിച്ച്, എന്നിട്ട് മനുഷ്യന്റെ സംസാരം, മനുഷ്യന്റെ ആശയങ്ങൾ, മനുഷ്യന്റെ വികാരങ്ങൾ, കൈകാൽ, ദേഷ്യം, ഇഷ്ടം, തൃപ്തി, ശിക്ഷിക്കുക, രക്ഷിക്കുക, ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ഈ മുസ്ലിങ്ങൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ഒരു ആന്ത്രോമോർഫിക് ഫിഗറാണ്, മനുഷ്യനെ പോലെയുള്ള വേറൊരു സാധനമാണ്. അപ്പൊ പിന്നെ ആ ദൈവത്തിന് എന്ത് പ്രസക്തിയാണെന്നുള്ള ചോദ്യമൊക്കെ വരുന്നത് നമ്മൾ അള്ളാഹുവിനെ നമ്മളെ പോലെ സങ്കല്പിച്ചിട്ടാണ്. മനുഷ്യരോടാണ് അള്ളാഹു ഇത് സംസാരിക്കുന്നത്. ഖുർആൻ മുഖേന മനുഷ്യരോടും ജിന്നുകളോടുമാണ് സംസാരിക്കുന്നത്. അപ്പൊ മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടി മനുഷ്യന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിന്റെ രൂപങ്ങൾ എന്ത് ചെയ്യുകയാണ്, ചിത്രീകരിക്കുകയാണ്. ഇങ്ങനെയും സാധ്യതയുണ്ട്. ഇപ്പോ മനുഷ്യരും ജിന്നുകളും അല്ലാത്ത വേറെ ഒരുപാട് സൃഷ്ടികൾ ലോകത്തുണ്ടല്ലോ. ആ സൃഷ്ടികളിലേക്ക് ഇപ്പോ മനുഷ്യരുണ്ടാവുന്നതിന് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ഹിന്ന്, ബിന്ന്, ജിന്ന്, ഷഖ്, വലഹാന്, ഒരുപാട് ജീവികളുണ്ട്. മനുഷ്യരുടെ ശരീരഘടനയുള്ള ജീവികൾ. എന്നാൽ നട്ടല്ലിൽ നിവർന്ന് നടന്നിരുന്ന, എന്നാൽ വിശേഷ ബുദ്ധി നമ്മളെപ്പോലെ തികയാത്ത, ഹോമോസാപ്പിയൻ ആവാത്ത ഒരുപാട് വർഗ്ഗങ്ങളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഫോസിലുകളാണ് ഇന്ന് കിട്ടുന്നത്. ഇപ്പോ 2 ലക്ഷം കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ ഫോസില്, 2.5 ലക്ഷം കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ ഫോസില്, ആദം അലൈഹി ഇസ്ലാം അവിടെ വന്നിട്ട് 12,000-15,000 കൊല്ലം ആയുള്ളൂ. എന്ത് കഥയാണെന്ന് ചോദിച്ചാൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ ഹിന്ന് ഭിന്ന് സമൂഹത്തിന്റെ ഫോസിലുകളാണത്. മനുഷ്യന്റെ അനാട്ടമിക്കൽ ഘടനയുണ്ട്, ബുദ്ധിയില്ല. ഉദാഹരണത്തിന് ആ സമൂഹത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു എന്നാണ്. ചില തഫ്സീറുകളൊക്കെ കാണാം, ഇന്നല്ലാഹ ഖദ് അർസലൻ നബിയ ഇലൽ ഹിന്നി ഇസ്മുഹു യൂസുഫ് എന്നൊക്കെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽ ബിദായ വൻ നിഹായയിലുണ്ട്, അല്ലെങ്കിൽ തൊബിരിയിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി അതിന്റെ റെഫറൻസ് ഞാൻ തരാം. അപ്പോ ഈ ഹിന്നിനോട് ഖുർആൻ, അല്ലെങ്കിൽ ഹിന്നിനോട് അള്ളാഹു സംസാരിച്ചിരുന്നത് ഹിന്നിന് മനസ്സിലാവുന്ന ഭാഷയിലാണ്. അതേപോലെ ജിന്നിനോട് സംസാരിക്കുമ്പോൾ ജിന്നിന് മനസ്സിലാവുന്ന ഭാഷയിലാണ്. ബിന്നിനോട് സംസാരിക്കുമ്പോൾ ബിന്നിന് മനസ്സിലാവുന്നതാണ്. അതേപോലെ വലഹാനോട് അതിന് മനസ്സിലാവുന്നതിൽ, ഷക്കിനോട് അതിന് മനസ്സിലാവുന്നതിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മളോട് എങ്ങനെ സംസാരിച്ചു, നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സംസാരിച്ചു. അതിൽ നിന്നാണ് ഈ സംശയം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളൊരാശയം പറയുമ്പോൾ ബ്രെയിനിൽ നിന്ന് വരുന്നതല്ലേ, കാലതാമസം വരുന്നില്ലേ, അത് എഴുതുകയല്ലേ, അതൊക്കെ സംശയം വരുന്നത്. ആ സംശയം എപ്പോ മാറും? അള്ളാഹുവിൻ്റെത് ഇങ്ങനെയൊന്നുമല്ല, അവന്റെ ദാത്തിൽ ആശയമാണുള്ളത്. അത് മലക്ക് മുഖേന പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതാണ്. ഏത്? ഖുർആൻ എന്ന് മനസ്സിലാക്കിയത്. ദ്വാരക്കാം അല്ലേ. വാഹുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനം നിറഞ്ഞ നിങ്ങളെ, നമ്മുടെ മഹത്തായ പരിപാടി ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മഹല്ലില് മുമ്പ് സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാകാം, കോർഡിനേഷൻ കമ്മിറ്റി കൂടി ആ സമയത്ത് നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടക്കമാണ്. തുടർന്നും ഇൻഷാ അല്ലാഹ് 2-3 ക്ലാസ്സുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷവും തുടർന്ന് പോകും. ക്ലാസ്സുകളിലേക്ക് എല്ലാവരും പങ്കെടുക്കണം. ഇന്നത്തെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചവരുണ്ട്. വിവിധ മഹല്ലുകളിൽ ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പോയവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പരസ്യമായി ബന്ധപ്പെട്ട് നോട്ടീസ് ഒട്ടിക്കല്, ഫ്ലക്സ് ഒട്ടിക്കല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്. മറ്റു പല രൂപത്തിൽ നമ്മുടെ ഈ മഹത്തായ സംഗമം വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകരുണ്ട്. മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മളോട് സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. റഹ്മാനായ തമ്പുരാൻ കബൂൽ ചെയ്യട്ടെ. അവരുടെയൊക്കെ സൽക്കർമ്മങ്ങൾ റഹ്മാനായ തമ്പുരാൻ സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കോംപ്ലക്സിലെ പ്രിൻസിപ്പാൾ ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഹൈത്തമി ഉസ്താദ് അവറുകൾ ഫാത്തിഹ, ഇഖ്ലാസ്, മഅ്വിദത്തിനൊക്കെ ഓതി തീർത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യാനും മാതൃകാപരമായ ജീവിതം നയിക്കാനും അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഉഖ്റവിയായ ആലിമീങ്ങളിലും മുത്തആലിമീങ്ങളിലും ഇൽമിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه وما تصدقناه بعد القبول منا أولا إلى حضرة روح نبينا محمد المصطفى صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته. اللهم ارزقنا في الدنيا زيارته مرارة وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله واسقنا بكأسه وحشرنا غدا تحت ظل لوائه المعقود. إلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. إلى حضرات أرواح مشايخنا وأساتذتنا كلهم يا رب العالمين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة تليق بعظيم شأنهم. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم وبقربهم لديك يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وأخرانا وكلنا صاحبا في سفرنا وحضرنا وخليفة في أهلنا ومالنا واطمس على وجوه أعدائنا وامسخهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا يا رب العالمين. وإلى حضرات أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وعماتنا وأخوالنا وخالاتنا وجميع أقربائنا وجميع من ماتوا منا ومن دفنوا حوالي مساجدنا. اللهم خاصة إلى حضرات أرواح ومن قصدناهم يا رب العالمين. اللهم اجعل قبورنا وقبورهم رياضا من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران واجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا وتوفه على الإيمان. اللهم بحق سيدنا محمد صلى الله عليه وسلم وآل سيدنا محمد صلى الله عليه وسلم لا تعذبنا ولا إياهم في القبر وفيما بعد القبر يا رب العالمين. اللهم افتح إلى قبورنا وقبورهم بابا من أبواب الجنة. اللهم أطعمنا وإياهم من طعام الجنة وأشربنا وإياهم من شراب الجنة. اللهم وألبسنا وإياهم من لباس الجنة واجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعلنا ومن له تعلق بنا من علمائك العاملين المخلصين المتقين الفائزين في الدارين يا رب العالمين. اللهم رب يسر ولا تعسر. رب زدنا وزدهم علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم انصرنا وانصر من نصرنا. اللهم انصر من نصر معاهدنا ومدارسنا ومساجدنا. اللهم انصرنا وإياهم يا خير الناصرين واحفظنا وإياهم يا حفيظ يا حفيظ يا حفيظ من جميع البلايا والأعداء والأمراض. ربنا عليك توكلنا وإليك أنبنا وإليك المصير. لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحينا وإياهم على الكتاب والسنة وأمتنا وإياهم على الإيمان والتوبة في ليلة الجمعة وفي نهارها يا رب العالمين. واجعل آخر كلامنا وكلامهم عند الموت قول لا إله إلا الله. توفنا وإياهم مسلمين وألحقنا وإياهم بالصالحين فرحين مستبشرين برؤية جنتك النعيم الذين لا خوف عليهم ولا هم يحزنون. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم كف عنا وعن سائر المسلمين أيدي الكافرين والظالمين واليهود والنصارى الذين يعاندون الإسلام والمسلمين. نجعلك اللهم في نحورهم ونعوذ بك من شرورهم يا رب العالمين. اللهم أعزنا ولا تذلنا ولا تفضحنا بين رؤوس الخلائق لا في الدنيا ولا في الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.